ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 48. വിഷ്ണു റഫീഖ് ഭായിയുടെ മുഴുവൻ പ്രൊഡക്ഷൻ ലൈനുകളും തകർത്തു. ആരാണിത് ചെയ്തതെന്ന് റഫീഖിന് മനസ്സിലായില്ല. ഇതിന്റെ ദേഷ്യത്തിൽ റഫീഖ് ഫാക്ടറിയിലെ സ്റ്റാഫുകളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വിഷ്ണു അപ്പോഴേക്കും എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ ഫാക്ടറിയിലെ എല്ലാ സിസ്റ്റത്തിൽ നിന്നും അവന്റെ ഹാക്കിംഗ് ട്രേസുകൾ ഡിസ്കണക്ട് ചെയ്തു. അതിനു മുമ്പായി അവൻ ഫാക്ടറിയിലെ ഓരോ സ്റ്റാഫുകളെയായി റഫീഖ് കൊല്ലുന്നത് സ്ക്രീനിൽ കണ്ടു. അവൻ പേടിയോടെ ആര്യനെ തിരിഞ്ഞു നോക്കി. പക്ഷെ ആര്യന്റെ മുഖത്ത് യാതൊരു കൂസലുമില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വിഷ്ണു പറഞ്ഞു, എന്തായാലും നമ്മൾ ആ റഫീഖിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. ആര്യൻ സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് വെറും ട്രെയിലർ മാത്രം, മൂവി വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അത്ര പെട്ടെന്ന് അവനെ ഞാൻ പോവാൻ സമ്മതിക്കുവോ? ഇത് കേട്ട വിഷ്ണു സംശയത്തോടെ ചോദിച്ചു, അതിന് നീയല്ലേ പറഞ്ഞത് അയാളുടെ 80% ബിസിനസ്സും ആയുധ ഫാക്ടറിയിലാണുള്ളതെന്ന്? അതിപ്പോൾ നശിച്ചില്ലേ? ഇനി എന്താണ് അയാൾക്ക് ബാക്കിയുള്ളത്? അയാൾ വളരെ അപകടകാരിയാണ്. ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ അയാൾ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യും. പക്ഷേ എന്നെ തൊട്ട അവനെ അത്ര പെട്ടെന്ന് ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലൂടെ ഞാൻ അവന്റെ കൈ മാത്രമേ മുറിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ അവന്റെ കാലും തല്ലിയൊടിക്കും. അവസാനം ഞാൻ അവനെ ജീവനോടെ അടക്കം ചെയ്യും. ആര്യന്റെ വാക്കുകൾ കേട്ട വിഷ്ണു പേടിച്ചു പറിച്ചു. അതേസമയം റഫീഖിന്റെ ഫാക്ടറി പൂർണ്ണമായും തകർന്ന വാർത്ത രാഹുൽ അറിഞ്ഞു. ഇതെല്ലാം ആര്യന്റെ പണിയാണെന്ന് അവന് മനസ്സിലായി. ഇങ്ങനെ തന്നെയാണ് അവൻ അർജുന്റെ ബിസിനസ്സും തകർത്തത്. ആര്യന്റെ റിസോർട്ട് റഫീഖ് താൽക്കാലികമായി അടപ്പിച്ചപ്പോൾ ആര്യൻ റഫീഖിന്റെ ഫാക്ടറി പൂർണ്ണമായും നശിപ്പിച്ചു. ഇതെല്ലാം ആര്യന്റെ പണിയല്ലാതെ മറ്റാരുടെയും ആവില്ല. ആര്യന്റെ പവർ എത്രത്തോളമാണെന്ന് രാഹുലിന് വീണ്ടും വീണ്ടും മനസ്സിലായി. എങ്കിലും ആര്യൻ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് രാഹുലിന് മനസ്സിലായില്ല. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ആര്യൻ വർക്ക് ചെയ്യുന്നതെന്ന് രാഹുൽ ഒരുപാട് ആലോചിച്ചു. അവന്റെ ശത്രുക്കളുടെ എല്ലാ വിവരങ്ങളും പെട്ടെന്ന് തന്നെ അവനിൽ എത്തുന്നുണ്ട്. അത് വെച്ചാണ് അവൻ അവന്റെ ശത്രുക്കളെ എല്ലാം തകർക്കുന്നത്. മറുവശത്ത് വിശ്വനാഥൻ ആര്യനെ വിളിച്ച് അവൻ ഫോർട്ട് കൊച്ചിയിൽ വാങ്ങിയ വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞതായി അറിയിച്ചു. അവനിനി എപ്പോൾ വേണമെങ്കിലും അവിടെ അവന്റെ പണി തുടങ്ങാം. ഇത് കേട്ട ആര്യൻ മാഗിയെ വിളിപ്പിച്ചു. എന്നിട്ട് അവളോട് ചോദിച്ചു, നമ്മൾ അങ്ങോട്ടേക്ക് മാറുന്നതിന് മുൻപായി അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? മാഗി പറഞ്ഞു, ആ ബംഗ്ലാവിന് ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ട്. നമുക്കതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ആർട്ട് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റി ക്ലബ്ബ് തുടങ്ങിയാലോ? നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ മുഴുവൻ മുകളിലത്തെ ഫ്ലോറിൽ സെറ്റ് ചെയ്യാം. പുറത്ത് നമുക്ക് ആർട്ട് ക്ലബിന്റെ സൈൻ ബോർഡ് വെക്കാം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ അകത്തുള്ള സീക്രട്ട് ആക്ടിവിറ്റികളുടെ കാര്യങ്ങൾക്ക് ഒരു മറയാവുകയും ചെയ്യും. ആര്യൻ അത് കേട്ടപ്പോൾ നല്ലതായി തോന്നി. ഫാന്റാസ്റ്റിക് ഐഡിയ. ശേഷം അവൻ മാഗിയോട് ചോദിച്ചു, ഞാൻ നിന്നോട് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് പറ്റിയ ചില ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നില്ലേ? അതിന്റെ കാര്യങ്ങൾ എന്തായി? മാഗി പറഞ്ഞു, ചില ആളുകളെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടെ കണ്ടിട്ട് അപ്രൂവൽ തന്ന ഞാൻ അവരെ ഹയർ ചെയ്യാം. അതും പറഞ്ഞ് മാഗി ആര്യന്റെ മുമ്പിൽ ഒരു ഫയൽ വെച്ചു. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടി മാഗി കണ്ടെത്തിയ ആളുകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അതിൽ. ആര്യൻ അതെടുത്ത് നോക്കി. അതിൽ ആദ്യത്തെയാൾ ഒരു 30 വയസ്സായ സ്ത്രീയായിരുന്നു. അവരുടെ നെറ്റിയിൽ നിന്നും ചുണ്ടിലേക്ക് നീളത്തിലൊരു പാടുണ്ട്. അവൾ ഗവൺമെന്റ് ഫോറിൻ ഇന്റലിജൻസിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ചില പരിക്കുകൾ കാരണം അവൾക്ക് ഗവൺമെന്റ് സർവീസിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ ഒരു ബുക്ക് ഷോപ്പ് നടത്തുകയാണ്. ആര്യൻ മാഗിയെ നോക്കി ചോദിച്ചു, പരിക്ക് കാരണം ഗവൺമെന്റ് തള്ളിക്കളഞ്ഞ ആളെ കൊണ്ട് നമുക്കെന്ത് ഉപയോഗം? മാഗി പറഞ്ഞു, ഗവൺമെന്റ് ഏജൻസികൾക്ക് അവരുടേതായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. അതെല്ലാം വെച്ചാണ് അവളുടെ ആ പരിക്ക് കാരണം അവിടെ ഇനി തുടരാനാവില്ലെന്ന് അവർ പറഞ്ഞത്. പക്ഷെ അവൾ ഇപ്പോഴും നല്ല കഴിവുള്ള ആളാണ്. ഏത് അഡ്വാൻസ്ഡ് വെപ്പൺസും ഉപയോഗിക്കാൻ അവൾക്ക് കഴിയും. അവളുടെ ഫൈറ്റിംഗ് സ്കില്ലുകൾ വളരെ മികച്ചതാണ്. അവളുടെ നിരീക്ഷണ പാഠവും കഴുകനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇതിനെല്ലാം പുറമെ സർവീസിലിരിക്കുമ്പോൾ അവൾ ഉണ്ടാക്കിയ കണക്ഷനുകൾ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയി തന്നെയുണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടും. ആര്യൻ മാഗിയോട് ചോദിച്ചു, അവൾ നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറാണോ? തീർച്ചയായും. അവൾക്ക് ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. മദ്യം, പ്രോസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾക്ക് അവൾ കൂട്ടുനിൽക്കില്ല. അവൾ പറഞ്ഞ തുക നമ്മൾ നൽകുന്നിടത്തോളം കാലം അവൾ മറ്റെന്തിനും തയ്യാറാണ്. മാഗിയുടെ മറുപടി കേട്ട ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം നീ തീരുമാനിച്ചാൽ മതി. മാഗി സമ്മതിച്ചു. രണ്ടാമത്തെ പ്രൊഫൈൽ 28 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. അവൻ ഇല്ലീഗൽ അടിപിടി മത്സരങ്ങളുമായി നടക്കുന്ന ഒരാളായിരുന്നു. 2 വർഷം മുമ്പ് അവൻ ജോലി ചെയ്തിരുന്ന ഏജന്റ് മറ്റൊരാളുമായി മത്സരം വെച്ചു. പക്ഷെ എതിരാളിയുടെ ഏജന്റ് ഇവന്റെ ഏജന്റിനോട് തോറ്റുകൊടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി. എന്നാൽ ഇവനെ തോൽപ്പിക്കാൻ അയാൾ സമ്മതിച്ചില്ല. ആ പകയിൽ എതിർ ടീം അവന്റെ ഏജന്റിനെ കൊന്നു. അതിന് പ്രതികാരമായി ഇവൻ ആ സംഘത്തിലെ ഓരോരുത്തരെയായി കൊന്നൊടുക്കി. ആ സംഭവത്തിന് ശേഷം പോലീസ് അവനെ തേടി നടക്കുകയാണ്. ഇപ്പോൾ അവൻ ഒളിവിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. ആര്യൻ മാഗിയോട് ചോദിച്ചു,
ഇവനെ കൊണ്ട് എന്നാണ് ഉപകാരം? മാഗി പറഞ്ഞു. ഇവനെ ടീമിലെടുത്താൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇവൻ ആരെയും ഭയമില്ലാത്തവനാണ്. ആരെയും പേടിയില്ലാതെ എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഇവൻ അടിയുണ്ടാക്കും. പിന്നെ നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവന് പുതിയ പേരും ഐഡന്റിറ്റിയും നൽകും. വിശ്വസ്തതയാണ് ഇവന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇവനെ നമ്മൾ കൂടെ നിർത്തിയാൽ നമുക്ക് വേണ്ടി ഇവൻ ആത്മാർത്ഥമായി പണിയെടുക്കും എന്നത് ഉറപ്പാണ്. മനസ്സിനേക്കാൾ ഹൃദയം വെച്ചാണ് ഇവൻ ചിന്തിക്കുന്നത്. ചില നേരത്ത് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആവശ്യം വരും. ആര്യനെന്ന് ആലോചിച്ച ശേഷം അവനും അപ്രൂവ് കൊടുത്തു. 3ാമത്തെ പ്രൊഫൈലായിരുന്നു കൂടുതൽ രസകരം. ഒരു കാലത്ത് വലിയ മോഷ്ടാവായിരുന്ന ഒരു 40 വയസ്സുകാരനായിരുന്നു അത്. ഏത് സെക്യൂരിറ്റി സിസ്റ്റവും തകർത്ത് എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും കട്ടെടുക്കുക എന്നതായിരുന്നു അയാളുടെ സ്പെഷ്യാലിറ്റി. മാഗി ആര്യനോട് പറഞ്ഞു, ഇയാളെ വേണമെങ്കിൽ തെമ്മാടിയെന്നോ കള്ളനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്തതായി യാതൊരു ജോലിയുമില്ല. 10 വർഷത്തെ തടവ് കഴിഞ്ഞ് ജയിലിൽ നിന്നിപ്പോ റിലീസ് ആയതേ ഉള്ളൂ. അത് കേട്ട ആര്യൻ ചോദിച്ചു, ഇയാൾ അത്രയ്ക്ക് എഫിഷ്യന്റ് ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇയാളെ പോലീസ് പിടിച്ചത്? മാഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവും അതിനുള്ളിൽ പെട്ടുപോയാൽ പിന്നെ ആരായാലും മുങ്ങിപ്പോവില്ല സാർ. ഇയാൾ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. വെറും ഒരു പ്രണയമല്ല, അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇയാൾ തയ്യാറായിരുന്നു. അയാളോട് എല്ലാ തെറ്റുകളിൽ നിന്നും പിന്മാറി പോലീസിൽ പിടികൊടുക്കണം എന്നവൾ ആവശ്യപ്പെട്ടു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പുതിയൊരു മനുഷ്യനായി ജീവിതം തുടങ്ങാം എന്നവർ കണക്ക് കൂട്ടി. അയാളത് സമ്മതിച്ചു. പക്ഷെ ഇയാൾ ജയിലിൽ പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി ക്യാൻസർ വന്ന് മരണപ്പെട്ടു. ഇയാളാകെ ഡിപ്രസ്ഡായി ജയിലിൽ വെച്ച് 2 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ 2 തവണയും അയാൾ രക്ഷപ്പെട്ടു. ആര്യൻ മാഗിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ അയാൾ നമ്മുടെ കൂടെ ജോലി ചെയ്യും? മാഗി പറഞ്ഞു, ഈ മാനസികാവസ്ഥയാണ് നമുക്കിപ്പോൾ നല്ലത്. ഇയാളോട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ അത് ചെയ്തിരിക്കും. അതെന്താണ് അങ്ങനെ? ആര്യന് സംശയമായി. മാഗി വിശദീകരിച്ചു, ഇയാൾ സ്നേഹിച്ച ആ പെൺകുട്ടി ഇയാൾ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് പ്രഗ്നന്റ് ആയിരുന്നു. ഇയാളുടെ ആയിരുന്നു ആ കുഞ്ഞ്. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇയാളുടെ 2ാമത്തെ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഇയാളോട് ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത്. ആദ്യം ഇയാളെ അറിയിക്കാതെ ആ മകളെ വളർത്താമെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മയുടെ തീരുമാനം. പക്ഷെ പിന്നീട് താൻ മരിച്ചാൽ കുഞ്ഞ് ഒറ്റയ്ക്കാവുമോ എന്ന ഭയത്തിലാണ് ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞത്. അത് ഇയാൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കച്ചിത്തുരുമ്പായി. ഇപ്പോൾ ഇയാളുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ആര്യൻ ചോദിച്ചു, നീ ഇയാളോട് സംസാരിച്ചു നോക്കിയോ? നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറാണോ? മാഗി പറഞ്ഞു, ഇയാൾ തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും. കാരണം ഇയാൾക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ അറിയില്ല. നമ്മൾ ഇയാൾക്ക് നല്ല പേയ്മെന്റ് നൽകുകയാണെങ്കിൽ ഇയാൾക്ക് ഇയാളുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യാം. ആര്യൻ ചോദിച്ചു, ഇയാളെ ടീമിലെടുക്കണമെന്ന് എന്താണ് നിനക്ക് ഇത്ര താല്പര്യം? മാഗി പറഞ്ഞു, സർ, ട്രസ്റ്റ് മീ. കാര്യങ്ങൾ വ്യക്തമായി പ്ലാനോട് കൂടി ആരും കണ്ടുപിടിക്കാതെ എക്സിക്യൂട്ട് ചെയ്യാൻ ഇയാളൊരു മിടുക്കനാണ്. ആര്യൻ പറഞ്ഞു, ഓക്കെ, ഈ പറഞ്ഞ 3 പേരുമായി ഒരു മീറ്റിംഗ് വെക്ക്. ഫൈനൽ തീരുമാനം അത് കഴിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ നമ്മുടെ ആർട്ട് ക്ലബിന് എന്ത് പേര് നൽകും? മാഗി പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, കലാസംഘം. എങ്ങനെയുണ്ട്? ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടിപൊളി, നല്ല പേരാണ്. അത് തന്നെ മതി. റിസോർട്ടിൽ നിന്നും ചില ആളുകളെ ക്ലബിലേക്ക് എടുക്കാം. അവരവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും തുടർന്നാൽ മതി. അതുകൂടാതെ ആർട്ടും മ്യൂസിക്കും പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനെയും ഹയർ ചെയ്യാം. പക്ഷെ എല്ലാവരും വിശ്വസ്തരായിരിക്കും എന്ന് ഉറപ്പുവരുത്തണം. അതുപോലുള്ള ആളുകളെ മാത്രം മതി നമുക്കവിടെ. ഓക്കെ സാർ. ബംഗ്ലാവിന്റെ റിനോവേഷൻ വർക്കുകൾ അവൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ആര്യനെ അറിയിച്ചു. ആർട്സ് ക്ലബിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പേരിന് അപ്രൂവൽ കിട്ടിയാൽ ഉടനെ തന്നെ നെയിം ബോർഡും വെക്കാം എന്ന് മാഗി പറഞ്ഞു. മാഗിയെ പോലെ ആളെ കൂടെ കിട്ടിയതിൽ ആര്യന് സന്തോഷം തോന്നി. ഭാവിയിലും അവളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവുമെന്ന് അവൻ കണക്കുകൂട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആര്യൻ മാഗിയുടെ കൂടെ ക്ലബിലേക്ക് പോയി നോക്കി. ബംഗ്ലാവിൽ വരുത്തിയ മാറ്റങ്ങൾ കണ്ട് ആര്യന് അത്ഭുതം തോന്നി. ഒരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട രീതിയിൽ മാഗി അവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആര്യൻ മാഗിയോട് പറഞ്ഞു, ഇവിടുത്തെ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ആ 3 പേരെ കാണാൻ പോവാം. അവരാണല്ലോ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ആളുകൾ. മാഗി പറഞ്ഞു, അവരിൽ ഒരാളോട് ഞാൻ റോയൽ പബ്ബിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആര്യൻ സമ്മതിച്ചു. ഈ 3 പേരെയും നേരിട്ട് ഓഫീസിലേക്ക് വിളിപ്പിക്കാൻ ആര്യൻ ആഗ്രഹിച്ചില്ല. ക്ലബിൽ ആരും ഇവരെ ശ്രദ്ധിക്കാൻ പാടില്ലെന്ന് ആര്യൻ തീരുമാനിച്ചിരുന്നു. അവൻ മാഗിയുടെ കൂടെ പബ്ബിലെത്തിയപ്പോൾ അവിടെ പുറത്തൊരു ബഹളം നടക്കുന്നത് കണ്ടു. ആര്യൻ കാറിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ 3 ചെറുപ്പക്കാർ പബ്ബിലെ സെക്യൂരിറ്റിയോട് തർക്കിക്കുന്നത് കണ്ടു. അവരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പബ്ബിലെ ആ പാട്ടുകാരി ഉണ്ടല്ലോ, എന്റെ നേരെ കൈ ഉയർത്താൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവളെ ഇറക്ക്. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയാൻ പറ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പബ്ബ് തന്നെ ഇവിടെ നിന്ന് ഇല്ലാതാക്കും.
ദൂരെ നിന്ന് തന്നെ അവൻ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് ആര്യന് മനസ്സിലായി. സെക്യൂരിറ്റി അവനെ ശാന്തനാക്കിക്കൊണ്ട് പറഞ്ഞു, സാർ, അവള് ചെയ്തത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്തവണ വിട്ടേക്ക് പ്ലീസ് സാർ. അപ്പോൾ അവന്റെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, എങ്ങനെ? ഞങ്ങളിതെങ്ങനെ വിടും? ഞങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ കൈവയ്ക്കാൻ മാത്രം വളർന്നു അവള്. നിങ്ങൾ അവളെ പുറത്തിറക്കുന്നോ അതോ ഞങ്ങളായിട്ട് അവളെ വലിച്ചയക്കണോ? എല്ലാവരും നല്ല ചൂടിലായിരുന്നു. അവരുടെ കൂട്ടത്തിലെ മൂന്നാമൻ റോഡിൽ നിന്നും ഒരു വലിയ കല്ലെടുത്ത് പബ്ബിന്റെ ചില്ല് ജനലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞു, അവളെ ഇങ്ങ് ഇറക്കുന്നോ അതോ ഞാൻ ജനൽ എറിഞ്ഞു പൊട്ടിക്കണോ? ആ സെക്യൂരിറ്റി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളും അവരെ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ എല്ലാ മുഖത്ത് ആ ചെറുപ്പക്കാരനോടുള്ള ദേഷ്യമുണ്ടായിരുന്നു. ആര്യൻ ഒന്നുകൂടി അടുത്തേക്ക് വന്നപ്പോഴാണ് ആ പ്രശ്നമുണ്ടാക്കുന്ന പയ്യനെ ശരിക്ക് കണ്ടത്. അത് ബോബിയായിരുന്നു. സ്പോർട്സ് കാറിൽ കോളേജിലെ ഗേറ്റിന് അവിടേക്ക് വന്ന ബസ്സുകൾ ബ്ലോക്ക് ചെയ്ത അതേ പയ്യൻ. അന്നവന് മാഗിയുടെ കയ്യിൽ നിന്ന് ശരിക്ക് കിട്ടിയിരുന്നു. ബോബിയാണെന്ന് കണ്ടതും എന്തുകൊണ്ടാണ് സ്റ്റാഫുകൾ അവന് നേരെ കൈവയ്ക്കാത്തത് എന്ന് ആര്യന് മനസ്സിലായി. അവൻ ആരാണെന്ന് ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് അവർ പേടിച്ചു നിൽക്കുന്നത്. ആര്യൻ അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അയാൾ വിശദീകരിച്ചു, ഈ പയ്യൻ ഒരാവശ്യമില്ലാതെ സ്റ്റേജിലേക്ക് ചാടി കയറി അവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടു. ആ പെൺകുട്ടി ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു. അപ്പൊ ഇവന്റെ ഈ ഫ്രണ്ട്സ് സ്റ്റേജിലേക്ക് കയറി അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സെക്യൂരിറ്റികളും മറ്റ് സ്റ്റാഫുകളും എല്ലാം ഓടിച്ചെന്ന് ഇവരെ പബ്ബിൽ നിന്ന് വലിച്ചിറക്കി. അതിനുശേഷം ഇവർ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ക്രിമിനൽ റെക്കോർഡുകൾ ഉള്ളവരാണെങ്കിൽ പോലും വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നും വന്നവരാണ്. അതുകൊണ്ടാണ് സ്റ്റാഫുകളെല്ലാം പേടിച്ച് പിറകിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഇവരുടെ കൈയും കാലും തകർത്തിട്ടുണ്ടാവും. ഇത് കേട്ട് ആര്യൻ ആ സെക്യൂരിറ്റികളെ നോക്കി. അവരിൽ ബോബിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ ആര്യന്റെ കണ്ണുടക്കി. അയാളെ മനസ്സിലായതും അവനിൽ ഒരു ഞെട്ടലുണ്ടായി. ആരാണ് ആ സെക്യൂരിറ്റി? ആര്യൻ കാണാൻ പോകുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? 49. ആര്യനും മാഗിയും പബ്ബിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ബഹളം നടക്കുന്നതായി കണ്ടു. ബോബിയും കൂട്ടുകാരും അവിടെ ഒരു പാട്ടുകാരി പെൺകുട്ടിയുമായി ഒരു പ്രശ്നമുണ്ടാക്കി. ആ പെൺകുട്ടി ബോബിയുടെ മുഖത്തടിച്ചപ്പോൾ അവൻ ആകെ ദേഷ്യത്തിലായി. പബ്ബിലെ സെക്യൂരിറ്റികൾ ബോബിയെയും ഫ്രണ്ട്സിനെയും പുറത്തേക്ക് കൊണ്ടുപോയി. പുറത്ത് വാക്കുതർക്കം ഉണ്ടായപ്പോൾ പബ്ബിലെ മാനേജർ പുറത്തേക്ക് വന്നു. അയാൾ ബോബിയെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ബോബി കൂടുതൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, ഈ പബ്ബിനക്കാരാണ് പണം മറക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഒന്നുകിൽ ആ പെൺകുട്ടിയെ എനിക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പബ്ബ് ഞാൻ ഇപ്പൊ തന്നെ അടച്ചു പൂട്ടും. ബോബിയുടെ ഭീഷണി കേട്ട മാനേജർ ആകെ പേടിച്ചു. ബോബിയെ എന്ത് പറഞ്ഞാലും സമാധാനിപ്പിക്കാനാവില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. വെറുമൊരു പാട്ടുകാരിക്ക് വേണ്ടി തന്റെ പബ്ബ് അടച്ചു പൂട്ടിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. അയാൾ മനസ്സില്ലാ മനസ്സോടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു, പോയി അവളെങ്ങും വിളിച്ചുകൊണ്ട് വാ. അപ്പോൾ ആ സെക്യൂരിറ്റി മാനേജരോട് പറഞ്ഞു, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എങ്ങനെ നമ്മൾ ആ പെൺകുട്ടിയെ ഇവർക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കും? ഇവരവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് സാറിന് ഊഹിക്കാലോ. അപ്പോൾ മാനേജർ അയാളെ ചീത്ത പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരു പെൺകുട്ടിക്ക് വേണ്ടി എന്റെ പബ്ബ് അടച്ചു പൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് അവളുടെ വിധിയാണ്. ആ സെക്യൂരിറ്റി മാനേജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യൻ അയാളെ ശ്രദ്ധിച്ചത്. അന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ച് ആര്യൻ കണ്ടുമുട്ടിയ തൊഴിലാളികളിൽ ഒരാളായിരുന്നു അത്. അയാളാണ് ജാൻവിക്ക് വേണ്ടി തേനും ഇഞ്ചിയും ഒക്കെ സജസ്റ്റ് ചെയ്തത്. അയാൾ പണം തിരിച്ചു തരണമെന്ന് വാശി പിടിച്ചപ്പോൾ ആര്യൻ അവന്റെ ഗോൾഡ് കവറിംഗ് ഉള്ള വിസിറ്റിംഗ് കാർഡ് അയാൾക്ക് നൽകി അവിടെ നിന്ന് പോകുന്നത് അവൻ എപ്പോൾ ഓർത്തു. ആര്യൻ മനസ്സിൽ ചിന്തിച്ചു, ഇയാൾ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നില്ലേ പണിയെടുത്തിരുന്നത്? ആര്യൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോബി ആ സെക്യൂരിറ്റിയോട് അലറുകയായിരുന്നു. നിങ്ങളുടെ മാനേജർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? 1 മിനിറ്റിനകം ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കും. എന്നാൽ ആ സെക്യൂരിറ്റി ദേഷ്യത്തോടെ തിരിച്ചു പറഞ്ഞു, എന്നാ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നേരെ ഒന്ന് കൈയുയർത്തി നോക്ക്. മാനേജർ കൂടുതൽ ദേഷ്യത്തോടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു, റാഷിദ്, നീ എന്താ ഇവിടെ കിടന്ന് ഷോ കാണിക്കാണോ? ഈ പബ്ബ് നിലനിന്ന് പോകുന്നത് തന്നെ ഇവരുടെയൊക്കെ പണം കൊണ്ടാണ്. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ ഇവിടുത്തെ വെറും ഒരു സെക്യൂരിറ്റി മാത്രമാണ്, അത് മറക്കണ്ട. അപ്പോഴാണ് ആര്യന് അയാളുടെ പേര് റാഷിദ് എന്നാണെന്ന് ഓർമ്മ വന്നത്. മാനേജർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സെക്യൂരിറ്റി അവിടെ നിന്ന് മാറുന്നില്ലെന്ന് കണ്ടതും മാനേജർ വീണ്ടും ഉറക്കെ ശബ്ദമുയർത്തി, ഏയ്, നീ ഇപ്പൊ അവളെ വിളിച്ചുകൊണ്ട് വരുന്നോ ഇല്ലയോ? വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ഇവിടെ ഇട്ട് തീർക്കും. മാനേജർ ഉറക്കെ പറഞ്ഞതും റാഷിദ് ഒരു കൂസലുമില്ലാതെ മുമ്പോട്ട് വന്നിരുന്നു. അയാൾ തന്നെ അടിക്കാൻ വരികയാണോ എന്ന് മാനേജർ സംശയിച്ചു. പക്ഷെ റാഷിദ് അയാളുടെ യൂണിഫോം അഴിച്ച് അവിടെ നിലത്തേക്ക് എറിഞ്ഞതിന് ശേഷം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ ജോലി വേണ്ടെങ്കിലോ? ഇനി ആർക്ക് ആ പെൺകുട്ടിയുടെ മേൽ കൈവയ്ക്കാനുള്ള ധൈര്യമുള്ളതെന്ന് നോക്കട്ടെ. റാഷിദിന്റെ ധൈര്യം കണ്ട് എല്ലാവരും ഷോക്കായി നിന്നു. മാനേജർ
ദേഷ്യത്തോടെ മറ്റ് സെക്യൂരിറ്റികളോടെ പറഞ്ഞു. എന്റെ നേരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവൻ എങ്ങനെ ധൈര്യം വന്നു? നോക്കി നിൽക്കാതെ അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചേക്ക്. മാനേജർ ഓർഡർ കൊടുത്തതും അവരെല്ലാം കൂടെ റാഷിദിനെ ആക്രമിക്കാൻ തുടങ്ങി. ബോബിയുടെ ഫ്രണ്ട്സും അവരുടെ കൂടെ കൂടി. ഇത് കണ്ട ആര്യൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ മാഗി അവനെ തടഞ്ഞു. അവൻ മാഗിയെ നോക്കി. മാറി നിൽക്ക്, ഞാൻ അവനെ പോയി സഹായിക്കട്ടെ, അല്ലെങ്കിൽ അവരവനെ കൊല്ലും. അത് കേട്ട മാഗി പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല സാർ, ഇവിടെ തന്നെ നിന്നാ മതി. ആ കൂട്ടത്തിൽ ആർക്കും അയാളെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. അയാൾ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. അയാൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. ആര്യൻ അത്ഭുതത്തോടെ റാഷിദിനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അവരെയെല്ലാം അടിച്ചു തോൽപ്പിക്കാനുള്ള കെൽപ്പുണ്ടെന്ന് അപ്പോൾ ആര്യൻ തോന്നി. റാഷിദിനെ അടിച്ചു തോൽപ്പിക്കാനാവുമോ എന്ന് സംശയം തോന്നിയതും ബോബിയുടെ കൂട്ടുകാർ കാറിൽ പോയി ബേസ്ബോൾ ബാറ്റും പിന്നെ ഹോക്കി സ്റ്റിക്കും എടുത്തുകൊണ്ട് വന്നു. അതും കൊണ്ട് അവർ അയാളുടെ നേർക്ക് ചെന്നതും അകത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. സ്റ്റോപ്പ്, അയാളെ ഒന്നും ചെയ്യരുത്. എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഒരു ബ്ലാക്ക് സ്കേർട്ടും സിൽവർ ടോപ്പും ധരിച്ച അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നു. അവൾ റാഷിദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. പക്ഷെ ഇനി മതി, ഇതെന്റെ വിധിയാണ്. എനിക്ക് വേണ്ടി ഇനി ഇവിടെ ഒരു അടി വേണ്ട, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വെറുതെ വിടില്ല. റാഷിദിന് അവളെ കണ്ട് സങ്കടം തോന്നി. ശേഷം അവൾ ബോബിയെ നോക്കി പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? ഇതാ ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇയാളെ വിട്ടേക്ക്. ബോബി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്ന് അവസാനം നീ മനസ്സിലാക്കിയല്ലോ. പക്ഷെ ഈ സെക്യൂരിറ്റിയെ ഞാൻ വെറുതെ അങ്ങ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇയാളെ ഞാനിപ്പോ വെറുതെ വിട്ട നാളെ ഏതൊരാൾക്കും എന്റെ നേരെ എന്തും പറയാം എന്ന സ്ഥിതിയാവും. അത് വേണ്ട. അതും പറഞ്ഞ് ബോബി റാഷിദിന് നേരെ കൈ ഉയർത്തി അവൻ ഇടിക്കാൻ നോക്കി. എന്നാൽ റാഷിദ് ഉടനെ തന്നെ അവന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് ശക്തിയായി ഇടിച്ചു. ബോബിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നു. അവൻ വേദന കൊണ്ട് നിലത്തേക്ക് വീണു. ഇത് കണ്ട ബോബിയുടെ ഫ്രണ്ട്സ് ബേസ്ബോൾ ബാറ്റും ഹോക്കി സ്റ്റിക്കുകളും എല്ലാമായി റാഷിദിന്റെ നേർക്ക് അലറിക്കൊണ്ട് ചെന്നു. പെട്ടെന്ന് അവിടെ ആര്യന്റെ ശബ്ദം മുഴങ്ങി കേട്ടു. അവനെ നിങ്ങൾ തൊടുന്നത് എനിക്കൊന്ന് കാണണം. ബോബിയും കൂട്ടരും അതാരാണെന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് അവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നീയോ? അവരന്തം വിട്ട് നിന്നുപോയി. ആര്യൻ ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ഒരു പ്രോപ്പർട്ടിയുടെ സെറ്റിൽമെന്റ് ആവശ്യത്തിന് വേണ്ടി ബോബി രാഹുലിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് രാഹുൽ ആര്യനുമായൊരു പ്രശ്നമുണ്ടായതും അതിനുശേഷം രാഹുലിനെ കാണാനില്ലെന്നും ബോബി അറിഞ്ഞത്. രാഹുലിന്റെ തിരോധാനത്തിന് പിന്നിൽ ആര്യൻ തന്നെയാണെന്ന് ബോബി ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യനെ പെട്ടെന്ന് കണ്ടപ്പോൾ ബോബി ആകെ ടെൻഷനിലായി. ബോബിയുടെ ഫ്രണ്ട്സിന്റെ കണ്ണുകൾ അപ്പോൾ ആര്യന്റെ കൂടെ നിൽക്കുന്ന മാഗിയിലായിരുന്നു. കഴിഞ്ഞ തവണ മാഗി 2 മിനിറ്റ് കൊണ്ടാണ് അവർക്ക് 2 ആഴ്ച ഹോസ്പിറ്റലിൽ എല്ലൊടിഞ്ഞ് കിടക്കാനുള്ള വകുപ്പുണ്ടാക്കിയത്. ആ ഓർമ്മയിൽ അവരൊന്ന് നടുങ്ങി. ബോബി അപ്പോൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആര്യനോട് പറഞ്ഞു, ഇതെന്റെ കാര്യമാണ്, നീ ഇവിടുന്ന് പോയേക്ക്, നിനക്കിതിലൊന്നും ചെയ്യാനില്ല. ആര്യൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. അതെങ്ങനെ ഇല്ലാതിരിക്കും? നീ ഇപ്പൊ ഇടിക്കാൻ നോക്കുന്ന ഈ സെക്യൂരിറ്റി എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടിന്റെ നേർക്ക് കൈ ഉയർത്തുക എന്നാൽ എന്റെ നേർക്ക് കൈ ഉയർത്തുന്നതിന് തുല്യമാണ്. അപ്പോഴേക്കും റാഷിദും ആര്യനെ തിരിച്ചറിഞ്ഞിരുന്നു. അവനു വേണ്ടി ആര്യൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ റാഷിദിന് ആര്യനോടുള്ള ബഹുമാനം കൂടി. ബോബി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു, ഒരു സെക്യൂരിറ്റി എങ്ങനെ നിന്റെ ഫ്രണ്ടാവും? ബോബിക്ക് ആര്യനെ അറിയുന്ന കാലം മുതൽ അവൻ വളരെ സമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആളുകളുമായി ആര്യൻ എങ്ങനെ സൗഹൃദം വെക്കുമെന്ന് ബോബിക്ക് മനസ്സിലായില്ല. ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു, അവൻ എങ്ങനെ എന്റെ ഫ്രണ്ടായി എന്നൊന്നും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഇപ്പൊ തന്നെ നീ നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഇവിടെ നിന്ന് പോയിക്കോ. അപ്പോൾ ബോബിയുടെ കൂട്ടുകാരിൽ ഒരാൾ അവന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, ബോബി, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പിന്മാറിയ അത് വലിയ ഇൻസൾട്ട് ആവും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇയാളും ഇയാളുടെ ഈ ഫൈറ്റർ ഗേൾഫ്രണ്ടും വിചാരിച്ച ഇപ്പൊ നമുക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബോബി അവന്റെ കൂട്ടുകാരനെ നോക്കി മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. രാഹുലിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ആര്യനോട് ഏറ്റുമുട്ടുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് ബോബിക്ക് മനസ്സിലായിരുന്നു. ആര്യൻ പോകാൻ പറഞ്ഞിട്ടും ബോബിയും കൂട്ടരും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ആര്യൻ മാഗിയോട് പറഞ്ഞു, ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേക്ക്. എനിക്ക് ഇതുപോലുള്ള ആളുകളോട് സംസാരിച്ച് നിൽക്കാൻ ഇഷ്ടമല്ല. മാഗി അവരുടെ നേർക്ക് ചെന്നതും അവർ പിറകോട്ട് നിൽക്കാൻ തുടങ്ങി. ബോബി നെറ്റിയിൽ നിന്നും വിയർപ്പ് തുടച്ചു. എന്നാൽ നേരത്തെ ബോബിയുടെ ചെവിയിൽ സംസാരിച്ച ആ ഫ്രണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് മാഗിയുടെ നേർക്ക് ബാറ്റുമായി ചെന്നു. പെട്ടെന്ന് അവിടെ വലിയൊരു ശബ്ദം കേട്ടു. അയാൾ കൈയും കാലും വേദന കൊണ്ട് പിടഞ്ഞ് നിലത്തേക്ക് വീണു. ആ ബേസ്ബോൾ ബാറ്റ് അപ്പോഴേക്കും മാഗിയുടെ കയ്യിലായിരുന്നു.
അവളത് കൈകൊണ്ടൊടിച്ച് 2 കഷ്ണമാക്കി ആ പയ്യനെ നേർക്ക് തന്നെ വലിച്ചെറിഞ്ഞു. മാഗി വെറും കൈകൊണ്ട് ആ ബേസ്ബോൾ ബാറ്റ് കൂളായി ഒടിച്ചത് കണ്ട് ചുറ്റുമുള്ളവർ അന്തം വിട്ടു നിന്നു. ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അവർ പരസ്പരം പിറുപിറുത്തു. അവരിൽ ഒരാൾ പറഞ്ഞു, ഇവള് പെണ്ണ് തന്നെയാണോ, അല്ലെങ്കിൽ വല്ല റോബോട്ടും എങ്ങാനും ആണോ ആവോ? റാഷിദും അവിടെയുള്ള മറ്റ് സെക്യൂരിറ്റികളും മാഗിയെ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. മാനേജർ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ബോബിയുടെ കൂട്ടുകാർ ഓരോരുത്തരായി കാറിലേക്ക് ഓടാൻ തുടങ്ങി. അന്ന് മാഗിയുടെ കൈകൊണ്ട് കിട്ടിയത് അവർ മറന്നിട്ടില്ലായിരുന്നു. ആ ബാറ്റ് കൈകൊണ്ടൊടിച്ചതുപോലെ അവരുടെ എല്ലുകളും അവൾ ഒടിക്കുമെന്ന് അവർ പേടിച്ചു. ബോബി അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അവന്റെ അടുത്തേക്ക് ചെന്നതും ബോബി പെട്ടെന്ന് ആര്യന്റെ കാലിൽ വീണ് താഴ്മയോടെ പറഞ്ഞു, സോറി ബ്രോ, ഞാൻ പോയിക്കോളാം, എന്നെ വെറുതെ വിടണം പ്ലീസ്. ആര്യൻ വെറുപ്പോടെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ പോയിക്കോണം. ഇനി നീ എന്റെ ഫ്രണ്ടിന്റെ മേലോ ആ പെൺകുട്ടിയുടെ മേലോ കൈവയ്ക്കാൻ മുതിർന്നാൽ പിന്നെ ഈ ബാറ്റിന് പകരം നിന്റെ കൈയും കാലും ആയിരിക്കും. ഒടിഞ്ഞു കിടക്കുക. ബോബി വേഗം എഴുന്നേറ്റ് കാറിനുള്ളിലേക്ക് ഓടി. അവർ പോയതിനു ശേഷം ആര്യൻ റാഷിദിന്റെ നേർക്ക് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹൗ ആർ യു ബ്രദർ? ആര്യൻ കാണിക്കുന്ന ബഹുമാനം കണ്ട് റാഷിദിന് വളരെ സന്തോഷം തോന്നി. എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാതെ അയാൾ നിന്നു. ആര്യൻ എന്ന് അവന്റെ ഗോൾഡ് കാർഡ് കൊടുത്തപ്പോൾ തന്നെ ആര്യൻ എത്ര സമ്പന്നനാണെന്ന് റാഷിദിന് മനസ്സിലായിരുന്നു. പക്ഷെ ഇന്ന് ബോബിയും കൂട്ടരും പേടികൊണ്ട് ഓടിയപ്പോൾ ആര്യൻ പണക്കാരൻ മാത്രമല്ല, വളരെ പവർഫുൾ ആയ ആളുമാണെന്ന് റാഷിദിന് തോന്നി. ആ ആര്യൻ തന്നെ ബ്രദർ എന്ന് വിളിച്ചപ്പോൾ റാഷിദിന് സ്വയം അഭിമാനം തോന്നി. എന്തു പറയണമെന്നറിയാതെ അയാൾ നിന്നു. അപ്പോൾ പെട്ടെന്ന് മാനേജർ ആര്യന്റെ നേർക്ക് വന്നുകൊണ്ട് പറഞ്ഞു, സർ, സാറിനെ പോലെ ഒരാള് ഞങ്ങളുടെ പബ്ബിൽ വന്നത് തന്നെ സന്തോഷം. അയാൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപേ മാഗി അവരുടെ ഇടയിൽ കയറി നിന്ന് അയാളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ആര്യൻ സാറിനോട് സംസാരിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല, പിറകിലോട്ട് മാറി നിൽക്ക്. മാഗിയുടെ പ്രവൃത്തി കണ്ട് മാനേജർ ഞെട്ടിപ്പോയി. ആ പെൺകുട്ടിയെ ബോബിക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞതിലും റാഷിദിനെ അടിക്കാൻ പറഞ്ഞതിലും ആര്യന് തന്നോട് നല്ല ദേഷ്യമുണ്ടാകുമെന്ന് അയാൾക്ക് മനസ്സിലായി. റാഷിദ് തന്റെ ഫ്രണ്ടാണെന്നാണല്ലോ ആര്യൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിയ മാനേജർ റാഷിദിന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് മെല്ലെ സ്നേഹത്തോടെ പറഞ്ഞു, റാഷിദ്, നീ ഈ പബ്ബിനൊരു അഭിമാനമാണ്. നിന്നോട് ദേഷ്യപ്പെട്ടതിൽ സോറി. എന്റെ അപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ബോബി ഈ പബ്ബ് തന്നെ പൂട്ടിക്കുമായിരുന്നു. എന്നോട് ക്ഷമിക്കേ. അപ്പോൾ ആര്യൻ മാഗിയോട് പറഞ്ഞു, ഇയാൾ പണത്തിന് വേണ്ടി ഓന്തിനെ പോലെ നിറം മാറുന്നവനാണ്. എന്നിട്ട് മാനേജറുടെ നേർക്ക് ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, ഇഡിയറ്റ്, ഗെറ്റ് ലോസ്റ്റ്. ശേഷം റാഷിദിന്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പണിയെടുക്കുന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെങ്ങനെ ഇവിടെ സെക്യൂരിറ്റി ആയി? റാഷിദ് വിശദീകരിച്ചു, ഇതാണ് എന്റെ ശരിക്കുമുള്ള ജോലി. ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഞാൻ ഇവിടുത്തെ ജോലി രാജിവെക്കുകയാണ്. ഞാൻ മറ്റൊരു ജോലി കണ്ടുപിടിച്ചോളാം. എന്തു വന്നാലും ഇനി ഇയാളുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇത് കേട്ട മാനേജർക്ക് ദേഷ്യം വന്നെങ്കിലും ആര്യന്റെ മുമ്പിൽ വെച്ച് ഒന്നും പറയാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. ശേഷം റാഷിദ് ചെറിയ മടിയോടെ ആര്യനോട് പറഞ്ഞു, ഞാനിപ്പോഴും നിങ്ങളുടെ പണം തന്നിട്ടില്ലല്ലോ. എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് തിരികെ തന്നോളാം. നിങ്ങളുടെ കാർഡ് എന്റെ കയ്യിലുണ്ട്. അത് കേട്ട ആര്യൻ സ്നേഹത്തോടെ പറഞ്ഞു, ചേട്ടാ, ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലേ, ആ ക്യാഷ് എനിക്ക് വേണ്ട. പക്ഷേ റാഷിദ് സമ്മതിച്ചില്ല. അത് പറ്റില്ല, എനിക്ക് പണം ഇതുപോലെ വെറുതെ വാങ്ങാൻ കഴിയില്ലെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്റെ അഭിമാനം അതിനനുവദിക്കില്ല. ആ നിമിഷം പെട്ടെന്ന് മാനേജർ ഇടയിൽ കയറി പറഞ്ഞു, റാഷിദ്, നിങ്ങൾക്ക് അങ്ങനെ ഈ ജോലി പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. നമ്മുടെ കോൺട്രാക്ട് പ്രകാരം അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തെ സാലറി ലഭിക്കില്ല. റാഷിദ് എന്തെങ്കിലും പറയുന്നതിന് മുൻപായി ആര്യൻ ഇടപെട്ടു. നിന്റെ സാലറിയും ജോലിയും നീ തന്നെ കൈവച്ചാൽ മതി. ഇനിയും ഇതിൽ ഇടപെടാൻ വരണ്ട. അതും പറഞ്ഞ ആര്യൻ റാഷിദിന്റെ നേർക്ക് ചെന്നു. അയാളുടെ തോളിൽ കൈയിട്ട് മുമ്പോട്ട് നടന്നു. അത് റാഷിദിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി. ആര്യൻ പറഞ്ഞു, എന്റെ കൂടെ വരൂ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. റാഷിദിനെ കൊണ്ട് എന്തായിരിക്കും ആര്യന്റെ ഉദ്ദേശം? പബ്ബിൽ അവർ കാണാൻ പോകുന്ന വ്യക്തി എവിടെ? പബ്ബിൽ വെച്ച് മാഗിയെ പേടിച്ച് ബോബിയും കൂട്ടരും ഓടിപ്പോയി. അത് കണ്ട് പബ്ബ് മാനേജറും പേടിച്ചുപോയി. ആര്യൻ റാഷിദിനെ കൂട്ടി മുമ്പോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഞാനൊരു പുതിയ ക്ലബ്ബ് തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ സെക്യൂരിറ്റിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളെ വേണം. ഇന്നു മുതൽ നിങ്ങളാണ് എന്റെ ക്ലബിന്റെ സെക്യൂരിറ്റി ഹെഡ്. നിങ്ങൾക്കറിയാവുന്ന നല്ല സെക്യൂരിറ്റികളെയൊക്കെ നിങ്ങൾക്ക് ജോലിക്കെടുക്കാം. നിങ്ങളാവും അവരുടെ എല്ലാം ഹെഡ്. ഞാൻ നിങ്ങൾക്ക് മാസം 50,000 രൂപ തരും. ഇനി അത് കുറവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൂട്ടിത്തരാം. റാഷിദ്,
കേട്ടത് വിശ്വസിക്കാനാവാതെ ആര്യനെ തന്നെ നോക്കി. ആര്യൻ അവന്റെ ക്ലബിന്റെ സെക്യൂരിറ്റി ഹെഡായി തന്നെ നിയമിച്ചത് കേട്ട് അവൻ അന്തം പോയി. ഇവിടെ ഈ പബ്ബിൽ അവൻ ഒരു സാധാരണ സെക്യൂരിറ്റിയായി നിന്ന് മാസം 20,000 സാലറിയായി വാങ്ങിയിരുന്നത്. ഇപ്പോൾ അതിന്റെ ഇരട്ടിയിലധികം തുകയാണ് ആര്യൻ ഓഫർ ചെയ്യുന്നത്. ആര്യനും റാഷിദും പരസ്പരം സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ പാട്ടുകാരി പെൺകുട്ടി അവരെ ഫോളോ ചെയ്യുന്നത് അവരറിഞ്ഞിരുന്നില്ല. അവർ സംസാരിച്ചതെല്ലാം അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആരോ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആര്യന് മനസ്സിലായതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു. അപ്പോൾ ആ പാട്ടുകാരി പെൺകുട്ടിയെ പിറകിൽ കണ്ടതും അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് കാര്യം? നീ എന്തെങ്കിലും പറയാമെന്നാണോ? അവൾ അവളുടെ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ മാനേജർ എന്നെ ആ തെമ്മാടികൾക്ക് വിട്ടുകൊടുത്തേനെ. ഞാൻ അത്തരത്തിലൊരു പെൺകുട്ടിയല്ല. ഞാൻ മ്യൂസിക്കിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് എൻ്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. എൻ്റെ താഴെയുള്ളവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒരു പബ്ബിൽ ഞാൻ ജോലി ചെയ്യില്ലായിരുന്നു. ആര്യൻ പറഞ്ഞു, എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവും. ഇനി നിനക്ക് സമാധാനത്തോടെ പണിയെടുക്കാം. ഇനി ആ തെമ്മാടികളും ഈ മാനേജരും നിന്നെ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല. ആര്യന്റെ വാക്കുകൾ കേട്ട പെൺകുട്ടി മിണ്ടാതെ നിന്നു. അത് കണ്ട് ആര്യൻ ചോദിച്ചു, നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, സാർ, എന്റെ പേര് രാധിക. നിങ്ങളുടെ ക്ലബിൽ റാഷിദിക്കയ്ക്ക് സെക്യൂരിറ്റി ഹെഡായി ജോലി കൊടുത്ത കാര്യം ഞാൻ കേട്ടു. ഞാനും നിങ്ങളുടെ ക്ലബിൽ സിംഗറായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ ജോലിക്ക് കയറിക്കോട്ടെ. നിങ്ങളുടെ കൂടെ ഞാൻ കൂടുതൽ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഇതുപോലുള്ള ആളുകൾ എന്നും വരും. റാഷിദിക്ക് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കിവിടം സേഫായിരുന്നു. പക്ഷെ ഇനി കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്ന് ആര്യനും റാഷിദും അവൾക്ക് വേണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആര്യന്റെ ക്ലബിലായാൽ അവളെ തൊടാൻ ആരും ധൈര്യപ്പെടില്ലെന്ന് രാധിക ചിന്തിച്ചു. ഇവിടെ റാഷിദ് ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയും ഇതുപോലുള്ള ആളുകൾ വന്നാൽ മാനേജർ അവളെ അവർക്ക് കാഴ്ചവെക്കുമോ എന്ന് അവൾക്ക് ഭയം തോന്നി. അത്രയും പേടിച്ചതുകൊണ്ടാണ് അവൾ ആര്യനോട് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത്. രാധികയുടെ ശബ്ദത്തിലെ നിഷ്കളങ്കതയും സത്യസന്ധതയും കണ്ടപ്പോൾ ആര്യന്റെ മനസ്സ് വേഗത്തിലലിഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെൽക്കം ടു മൈ പ്ലേസ്. അത് കേട്ട് അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. വളരെ മടിച്ചാണ് അവൾ ആര്യനോട് ജോലിയുടെ കാര്യം ചോദിച്ചതെങ്കിലും അവൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് അവൾ കരുതിയില്ല. അവൻ പെട്ടെന്ന് തന്നെ അത് സമ്മതിച്ചു. സ്റ്റാർ മൂൺ റിസോർട്ട് തൽക്കാലത്തേക്ക് അടച്ചിട്ടത് കാരണം അവിടെയുള്ള കുറച്ച് സ്റ്റാഫുകളെ ക്ലബിലേക്ക് എടുക്കാം എന്നായിരുന്നു ആര്യൻ കണക്കുകൂട്ടിയത്. എന്നാൽ റിസോർട്ട് തുറന്നു കഴിഞ്ഞാൽ അവരെല്ലാം തിരികെ അങ്ങോട്ടേക്ക് തന്നെ പോകും. അതുകൊണ്ട് പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അവന്റെ കൾച്ചറൽ ക്ലബിലേക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് ആയ ആളുകളുടെയും ആവശ്യമുണ്ട്. രാധികയ്ക്ക് മ്യൂസിക്കിൽ ഡിഗ്രി ഉള്ളതുകൊണ്ട് അവളുടെ പ്രസൻസ് ക്ലബിന് ഗുണകരമാവും എന്ന് ആര്യൻ ചിന്തിച്ചു. ആര്യൻ രാധികയ്ക്ക് ജോലി കൊടുത്തു എന്നറിഞ്ഞതും പബ്ബ് മാനേജർ ഷോക്കായിപ്പോയി. രാധിക ആ പബ്ബിൽ 1 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. അവൾ വന്നതിന് ശേഷം അവിടുത്തെ വരുമാനം ഇരട്ടിയായി. അവളുടെ മനോഹര രൂപം മാത്രമല്ല, അവളുടെ പാട്ടും ആളുകളെ ആകർഷിച്ചിരുന്നു. പബ്ബിലേക്ക് വരുന്ന പല കസ്റ്റമേഴ്സും രാധികയെ കാണാൻ വേണ്ടി മാത്രം വരുന്നതാണ്. അവള് കാരണമാണ് പബ്ബിലെ ബിസിനസ് ഇത്ര പുരോഗമിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പോകുന്നു എന്ന് കേട്ടതും മാനേജർക്കാകെ ടെൻഷനായി. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, നീ ഒരുപാട് കാലമായില്ലേ ഇവിടെ ജോലി ചെയ്യുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലെ ഒരു സംഭവം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ശരിയല്ലേ? ഇനിയും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. നീ പോകരുത് പ്ലീസ്. എന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. രാധിക വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, ഒരിക്കൽ എന്നെ വിൽക്കാൻ ശ്രമിച്ചാൽ ഇനി എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ മടിക്കില്ല. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളുടെ ക്ലബിൽ ഇനി ഞാൻ ജോലി ചെയ്യുകയുമില്ല. ഞാനും റാഷിദിക്കയുടെ കൂടെ പോവുകയാണ്. ഇന്നു മുതൽ ഞാൻ ആര്യൻ സാറിന്റെ ക്ലബിലാണ് ജോലി ചെയ്യുക. മാനേജർ വേഗം പറഞ്ഞു, ഞാൻ നിന്റെ സാലറി ഇരട്ടിയാക്കി തന്നാലോ? രാധിക പറഞ്ഞു, നിങ്ങൾ എനിക്ക് 10 ഇരട്ടി സാലറി തരാമെന്ന് പറഞ്ഞാലും ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഇത് കേവലം പൈസയുടെ കാര്യം മാത്രമല്ല. പണത്തിന് എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ ശരിയാണ്, പക്ഷെ ആത്മാഭിമാനമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഒന്നിനു വേണ്ടിയും അത് പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല. ആര്യൻ ഇത് കേട്ട് ചിരിച്ചു. മാനേജരും രാധികയും തമ്മിലുള്ള സംഭാഷണം അവൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മാനേജർ അവളെ വീണ്ടും വീണ്ടും പ്രഷർ ചെയ്യുന്നത് കണ്ട് ആര്യൻ മുമ്പോട്ടേക്ക് വന്ന് അയാളുടെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവൾക്ക് തന്റെ കൂടെ ജോലി ചെയ്യാൻ ഇഷ്ടമല്ലെന്ന് അവൾ പറഞ്ഞു കേട്ടില്ലേ? പിന്നെന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഞാൻ ദേഷ്യം വന്ന് നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയേക്ക്.
ആര്യന്റെ മുഖഭാവവും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ട് മാനേജർ പേടിച്ചുകൊണ്ട് തല താഴ്ത്തി വേഗം അവിടെ നിന്ന് പോയി. ആര്യൻ അപ്പോൾ രാധികയുടെയും റാഷിദിന്റെയും നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ നമുക്കിപ്പോ തന്നെ ക്ലബിലേക്ക് പോവാം. എല്ലാം ഒന്ന് ചുറ്റി കാണാലോ. രണ്ടുപേരും സന്തോഷത്തോടെ സമ്മതിച്ചു. അവർ ആര്യന്റെ കൂടെ ക്ലബിലേക്ക് പോയി. അവർ പബ്ബിൽ കാണാൻ വന്ന ആ സ്ത്രീ ഈ ബഹളത്തിനിടയ്ക്ക് അവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് മാഗി ആര്യനെ അറിയിച്ചിരുന്നു. അല്ലെങ്കിലും അവിടെയുള്ള ആളുകൾ ആര്യനെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവിടെ വെച്ച് ആ സ്ത്രീയെ മീറ്റ് ചെയ്യുക എന്നത് റിസ്ക് ആയിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ക്ലബിലേക്ക് എത്തിയതും രാധിക കൊച്ചു കുട്ടികളെ പോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാഗി ആ കൾച്ചറൽ ക്ലബ്ബ് വളരെ കാവ്യാത്മകമായിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. ഇതുപോലെ മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക എന്നത് രാധികയുടെ ആഗ്രഹമായിരുന്നു. ആര്യൻ റാഷിദിനോടും രാധികയോടുമായി പറഞ്ഞു, സ്റ്റാഫ് അക്കോമഡേഷന് വേണ്ടി 3ാമത്തെ നിലയിൽ റൂമുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ മുറികളിലുണ്ട്. ശേഷം അവൻ റാഷിദിനെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് എന്നെ കിട്ടുന്നില്ലെങ്കിൽ ഇതാ മാഗിയുടെ നമ്പർ. അവൾക്കാണ് ഈ ക്ലബിന്റെ ചാർജ്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് അവളോട് നേരിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ സാർ. ഇത്തവണ റാഷിദ് ആര്യനെ സാറെന്ന് വിളിച്ചത് ആര്യൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ചേട്ടാ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ സാറെന്നൊക്കെ വിളിച്ചോളൂ. പക്ഷെ നമ്മൾ മാത്രമുള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. അത് കേട്ട റാഷിദ് ആര്യന്റെ അടുത്തേക്ക് ചെന്ന് നന്ദിയോടെ പറഞ്ഞു, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ജോലി എന്റെ ജീവിതം മാത്രമല്ല, എന്റെ കുട്ടികളുടെ ജീവിതം കൂടി നന്നാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് കേട്ട രാധിക പറഞ്ഞു, സർ, ഞാൻ ആ പബ്ബിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എന്റെ അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു. രാത്രിയൊന്നും അമ്മ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇനി മുതൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാം. ആര്യൻ അവളോട് പറഞ്ഞു, നിനക്കവിടെ എത്രയായിരുന്നു കിട്ടിയിരുന്നത്? രാധിക പറഞ്ഞു, സർ, അതങ്ങനെ ഫിക്സ്ഡായി ഒന്നും ആയിരുന്നില്ല. കസ്റ്റമറുടെ റിക്വസ്റ്റിനനുസരിച്ചാണ് ഞാൻ പാട്ടുകൾ പാടിയിരുന്നത്. സാധാരണ ഒരു പാട്ടിന് 500 രൂപ വെച്ചാണ് കിട്ടാറുള്ളത്. ചില ദിവസങ്ങളിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വരുമ്പോൾ ഒരു ദിവസം തന്നെ 8 മുതൽ 10 പാട്ടുകൾ വരെ പാടും. അപ്പോൾ ഒരു ദിവസം തന്നെ 5000 രൂപ വരെ കിട്ടും. ആര്യൻ ഒന്നാലോചിച്ച ശേഷം പറഞ്ഞു, അപ്പൊ നീ ഒരു മാസം ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടാക്കും അല്ലേ? അതെ സാർ. അതുകൊണ്ടാണ് ഇത്രയും റിസ്കുകൾ ഉണ്ടായിട്ടും ഞാൻ ഈ ജോലി സ്വീകരിച്ചത്. സാലറി എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. അത് വെച്ച് എന്റെ സഹോദരങ്ങളുടെ പഠനവും വീട്ടിലെ ചെലവുകളും സുഖമായി കഴിഞ്ഞു പോവുമായിരുന്നു. രാധികയുടെ വാക്കുകൾ കേട്ട ആര്യൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് ഇവിടെയും അതുപോലെ 1.5 ലക്ഷം രൂപ തന്നെ സാലറി ആയി തരാം. പിന്നെ ക്ലബ്ബ് പുരോഗമിക്കുന്നതിനനുസരിച്ച് സാലറി കൂട്ടിത്തരാം. രാധിക ആവേശത്തോടെ പറഞ്ഞു, സാർ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യും. ആര്യൻ ഒന്ന് മൂളി. അവൻ മനഃപൂർവ്വമായിരുന്നു അവൾക്കതിലും കൂടുതൽ സാലറി കൊടുക്കാതിരുന്നത്. അങ്ങനെ കൊടുത്താൽ അവൾക്ക് സിമ്പതിയുടെ പുറത്താണ് ജോലി കൊടുത്തത് എന്നൊരു തോന്നലുണ്ടായാലോ എന്ന് അവൻ ആലോചിച്ചു. മാഗി അവളുടെ കീഴിലുള്ള എല്ലാവരെയും വിളിച്ച് രാധികയ്ക്കും റാഷിദിനും ആ ക്ലബിലുള്ള എല്ലാ ആക്ടിവിറ്റികളെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെയായാൽ അടുത്ത ദിവസം തന്നെ അവർക്ക് അവരുടെ ജോലി തുടങ്ങാം. റാഷിദും രാധികയും ആ സ്റ്റാഫുകളുടെ പിന്നാലെ പോയി. അപ്പോൾ ആര്യൻ മാഗിയോട് ചോദിച്ചു, നമ്മൾ പബ്ബിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് വിചാരിച്ചിരുന്ന ആ സ്ത്രീയെ ഇനി എങ്ങനെ കാണും? മാഗി പറഞ്ഞു, അവൾക്ക് ഇവിടെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട്. നമുക്ക് നേരിട്ട് അവിടെ പോയി കാണാം. പക്ഷേ നമ്മൾ എന്തിനാണ് ചെല്ലുന്നതെന്ന് അവൾക്കറിയില്ല. കാര്യങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് പറയാം. 1/2 മണിക്കൂർ കൊണ്ട് ആര്യനും മാഗിയും ബുക്ക് ഷോപ്പിലേക്ക് എത്തി. അവർ ചെല്ലുന്ന സമയത്ത് ആ സ്ത്രീ ചെറിയ കോണി വെച്ച് മുകളിലെ റാക്കുകളിലെ പൊടി തട്ടി വൃത്തിയാക്കുകയായിരുന്നു. ആ ഷോപ്പിൽ ആരുമില്ലായിരുന്നു. അവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ അവിടെ കസ്റ്റമേഴ്സ് ഒന്നും അധികം ആരുമില്ലെന്ന് തോന്നും. ആര്യനും മാഗിയും അകത്തേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മാഗിയോട് പറഞ്ഞു, നിങ്ങളൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഈ റാക്കിലെ പൊടി ഒന്ന് തട്ടി ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് വരാം. ആര്യൻ ആ സ്ത്രീയെ അടിമുടിയൊന്ന് നോക്കി. മാഗി പറഞ്ഞ ആ വിവരണങ്ങളൊന്നും ഇവർക്ക് മാച്ച് ആവുന്നില്ലല്ലോ എന്നാണ് അവൻ ആലോചിച്ചത്. ഇവരെ കണ്ടിട്ട് ഇന്നേ വരെ ഒരായുധം കൈകൊണ്ട് തൊട്ടതുപോലെ പോലും തോന്നുന്നില്ല. മാഗി കാണിച്ചു കൊടുത്ത ഫയലിൽ ഇവർക്കൊരു ചെല്ലപ്പേരുണ്ടായിരുന്നു, മരണത്തിന്റെ ദേവത. കാരണം ഇവർക്ക് കൊടുത്ത ഒരു ടാർഗറ്റും ഇന്നേ വരെ പിഴച്ചിട്ടില്ലായിരുന്നു. തോക്കുകൾ ഉപയോഗിക്കാനൊക്കെ അത്രയും എക്സ്പെർട്ട് ആയിരുന്നു അവർ. പക്ഷെ ഇവരെ നേരിൽ കണ്ടതും ആര്യനാകെ നിരാശനായി. നെറ്റിയിൽ നിന്നും ചുണ്ടിലേക്കുള്ള ആ പാട് മാത്രമാണ് മാഗി പറഞ്ഞതിൽ മാച്ചായി തോന്നിയൊരു കാര്യം. അല്ലാതെ ഇവരെ കണ്ടാൽ ഒരു സാധാരണ വീട്ടമ്മയെ പോലെ ഉണ്ടെന്നായിരുന്നു ആര്യൻ ചിന്തിച്ചത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവരാ കോണിയിൽ നിന്നും താഴേക്കിറങ്ങി. എന്നിട്ട്
ആര്യന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏതുതരം ബുക്കാണ് വേണ്ടത്? മാഗി മുമ്പോട്ട് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരിക്കൽ ഗവൺമെന്റിന്റെ ഫോറിൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരു അണ്ടർ കവർ ഏജന്റായി നിങ്ങൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഒരു മിഷനിൽ വെച്ച് നിങ്ങൾക്ക് 2 തവണ വെടിയേറ്റു. മുറിവ് അത്രയും ആഴമേറിയത് കാരണം അതിൽ നിന്നും നിങ്ങളെ പിരിച്ചുവിട്ടു. അതിൽ നിന്നും തിരിച്ചു വന്നിട്ടും നിങ്ങൾക്ക് പിന്നീട് അവർ ആ സെയിം പൊസിഷൻ തന്നില്ല. അവരുടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് അവർ ഡെസ്കിലുള്ള ജോബാണ് തന്നത്. പക്ഷേ നിങ്ങൾ അത് നിരസിച്ചു. അതിനുശേഷം നിങ്ങൾ സർവീസിൽ നിന്നും രാജിവെച്ചു. അന്ന് മുതൽ നിങ്ങൾ ഒരു ബുക്ക് സ്റ്റോർ നടത്തുകയാണ്. പക്ഷെ നിങ്ങളുടെ അന്നത്തെ കണക്ഷനുകൾ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്. അണ്ടർവേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, നമ്മുടെ രാജ്യം വരെ ഇപ്പോഴും നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. മാഗി സംസാരിച്ചു തുടങ്ങിയപ്പോഴേ അവരുടെ മുഖം മാറാൻ തുടങ്ങിയിരുന്നു. അതവരിൽ അത്ഭുതവും ഞെട്ടലും ഉണ്ടാക്കി. പെട്ടെന്ന് എവിടെ നിന്ന് എന്നറിയാതെ അവരുടെ കയ്യിൽ വലിയൊരു കത്തി വന്നു. അവർ മെല്ലെ കുനിഞ്ഞ് അവരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവരുടെ മുഖഭാവവും ശരീര ചലനങ്ങളും പെട്ടെന്ന് മാറിയത് കണ്ട് ആര്യൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു നിമിഷം മുമ്പ് വരെ അവരെ കണ്ടാൽ ഒരു വീട്ടമ്മയെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ഒരു ട്രെയിൻഡ് ഫൈറ്ററെ പോലെ തോന്നിച്ചു. ഏതൊരു സാധാരണക്കാരനും പേടിച്ചു പോകുന്ന തരം ക്രൂരത അവരുടെ കണ്ണിൽ തെളിഞ്ഞു കണ്ടു. ആര്യൻ ആലോചിച്ചു, അപ്പോൾ ഇവരെക്കുറിച്ച് കേട്ടതെല്ലാം സത്യമാണ്. ഒരുപാട് പോരാട്ടങ്ങൾ കൺമുമ്പിൽ കണ്ട ആളുകളെ പോലെയാണ് ഇവരുടെ കണ്ണുകൾ. ആ സ്ത്രീ വസ്ത്രത്തിനുള്ളിൽ നിന്നും കത്തി പുറത്തെടുത്ത് നിന്നതും മാഗിയും വേഗം ഒരു ഫൈറ്ററുടെ നിൽപ്പ് നിന്നു. എന്നിട്ട് പറഞ്ഞു, റിലാക്സ്. ഞങ്ങളാണ് നിങ്ങളോട് പബ്ബിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞവർ. മാഗി അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളൊരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. അതുവരെ അവർ വിചാരിച്ചിരുന്നത് ആര്യനും മാഗിയും ബുക്ക് വാങ്ങാൻ വേണ്ടി വന്ന ഒരു കപ്പിൾ മാത്രമാണ് എന്നായിരുന്നു. പക്ഷെ പിന്നീട് അവരുടെ സംസാരത്തിൽ നിന്നും തന്നെക്കുറിച്ച് അവർക്ക് എല്ലാം അറിയാമെന്നും എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് അവർ വന്നിട്ടുള്ളതെന്നും ആ സ്ത്രീക്ക് മനസ്സിലായി. അവൾ മാഗിയോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് ഫോണിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ബുക്ക് ഷോപ്പ് വാങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നതല്ലേ? അങ്ങനെയല്ലേ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം എന്ന് സമ്മതിച്ചത്? പക്ഷേ അതല്ല നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മറ്റെന്തോ ആണ് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറയൂ. ആര്യനും മാഗിയും ആ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ബ്ലാക്ക് സ്കോർപിയോ ബുക്ക് ഷോപ്പിന്റെ കുറച്ചകലെയായി അവരെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്നും ആയുധം ധരിച്ച കുറച്ചുപേർ പുറത്തേക്കിറങ്ങി ഷോപ്പിന്റെ നേർക്ക് വന്നു. ആരായിരിക്കും അത്? ആ സ്ത്രീ അവരുടെ കൂടെ കൂടുമോ? 51. മാഗി ബുക്ക് ഷോപ്പിലുള്ള സ്ത്രീയെ ഷോപ്പ് വാങ്ങാനെന്ന് പറഞ്ഞാണ് കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ മാഗിയും ആര്യനെയും കണ്ടപ്പോൾ അവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. ആ സ്ത്രീ മാഗിയോട് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നേരിട്ട് തന്നെ ചോദിച്ചു. മാഗി മറുപടി പറഞ്ഞതിന് മുൻപായി അവർ ആര്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീയല്ലേ പബ്ബിന് പുറത്തു വെച്ച് ആ പയ്യന്മാരുമായി അടിയുണ്ടാക്കിയത്? ആര്യൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഒരു അടി ഉണ്ടാക്കുക എന്നതും കുറച്ച് തെമ്മാടികളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആര്യന്റെ മറുപടി കേട്ട് ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. എന്നിട്ട് മാഗിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, പറ, നിങ്ങൾ 2 പേർക്കും എന്താണ് എന്നിൽ നിന്നും വേണ്ടത്? മാഗി പറഞ്ഞു, നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളുടെ കൂടെ ഭാവിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. മാഗി അത് പറഞ്ഞതും അവർ അവരെ 2 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് കളിയാക്കി പറഞ്ഞു, നിങ്ങൾ 2 ആളും വെറും കോളേജ് പിള്ളേരല്ലേ? ഇവിടെ വന്ന് എന്നെ ജോലിക്കെടുക്കാൻ മാത്രം എന്ത് ജോലിയാണ് നിങ്ങൾക്കുള്ളത്? അതെന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടിയും ജോലി ചെയ്യാറില്ല. സമാധാനത്തോടെയുള്ള ജീവിതമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ പഴയ ജീവിതമെല്ലാം ഞാനിപ്പോൾ മറക്കാൻ ശ്രമിക്കുകയാണ്. മാഗി എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപായി ആ ബുക്ക് ഷോപ്പിന്റെ ഡോർ തുറക്കപ്പെട്ടു. കുറച്ചാളുകൾ ആയുധങ്ങളുമായി ഷോപ്പിന്റെ അകത്തേക്ക് കയറി. അവരെ നയിച്ചുകൊണ്ട് അവരുടെ മുന്നിലായി നീളമുള്ള, മുഖത്ത് മുഴുവൻ ഒരുപാട് പാടുകളുള്ള കറുത്ത വസ്ത്രം ധരിച്ചൊരാൾ കടന്നു വന്നു. അയാൾ അകത്തേക്ക് കയറി ആ സ്ത്രീയോട് ചോദിച്ചു, പണം റെഡിയായിട്ടുണ്ടോ? ആ നിമിഷം ആ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് വീണ്ടും പഴയ പോലെ വളരെ സിമ്പിളായ, നിസ്സഹായിയായ ഒരു വീട്ടമ്മയുടേതായി. അവർ നിഷ്കളങ്കമായ മുഖത്തോടു കൂടി പറഞ്ഞു, മൈക്കിൾ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഞാൻ എത്രയും പെട്ടെന്ന് ആ പണം തിരികെ തരാം. അപ്പോൾ ആ മനുഷ്യൻ ദേഷ്യത്തോടെ പറഞ്ഞു, 2 മാസമായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇനി ആ പണം തിരിച്ചു തരുന്നത്? പണം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് പെയ്തു വീഴൂ. വാങ്ങിച്ച തുക പോട്ടെ,
പലിശ പോലും ഇന്നേ വരെ അടച്ചില്ലല്ലോ. ഇപ്പോൾ പലിശയും പലിശയുടെ പലിശയും എല്ലാം ചേർത്ത് എത്രയായെന്നറിയോ? നിങ്ങൾ എനിക്കിപ്പോ 25 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ ബുക്ക് ഷോപ്പ് നവീകരിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെ അത് പെട്ടെന്ന് 25 ലക്ഷമായി മാറി? ഷോപ്പ് ഇപ്പൊ നന്നായി വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ 5 ലക്ഷം ഞാൻ ഉടനെ തിരിച്ചു തരാം. മൈക്കിൾ അത് കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. 5 ലക്ഷോ? അതിപ്പോ 5ഒന്നുമല്ല, 25 തന്നെ ആയിട്ടുണ്ട്. ഈ ബുക്കുകളൊക്കെ നക്കാപ്പിച്ചയ്ക്ക് വിറ്റിട്ട് ഇനി എപ്പ എന്റെ പണം തിരികെ തരാനാ? തമാശ പറയാണോ? ഒന്നെങ്കിൽ ഞാൻ ഇന്ന് എന്റെ പണം കൊണ്ട് ഇവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ ഈ ഷോപ്പും ഇവിടെ ഇട്ട് കത്തിക്കും. ആ സ്ത്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു. പണം തിരികെ തരാനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇത്തിരി കൂടെ സാവകാശം വേണം. പണം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ തരാമെന്ന് ഞാൻ വാക്ക് തരുന്നു. മൈക്കിൾ കൗണ്ടറിലുള്ള ബുക്കുകളിൽ ആഞ്ഞടിച്ചു. അതെല്ലാം നിലത്ത് വീണ് ചിതറിത്തെറിച്ചു. അയാൾ അലറി, ഈ ബുക്ക് വെച്ചിട്ടൊന്നും നീ പണം കണ്ടെത്താൻ പോകുന്നില്ല. നീ ഈ ഷോപ്പ് എനിക്ക് എഴുതി തന്നേക്ക്. ദേഷ്യം കൊണ്ട് അയാളുടെ ഭാഷ മാറി വരുന്നുണ്ടായിരുന്നു. അവളോട് യാതൊരു ബഹുമാനവും കാണിക്കാത്ത രീതിയിലായിരുന്നു അയാളുടെ സംസാരം. അത് കേട്ട ആ സ്ത്രീ പറഞ്ഞു, അതെങ്ങനെ ഞാൻ ഷോപ്പ് നിങ്ങൾക്ക് വെറുതെ വിട്ടു തരിക? ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ നിങ്ങൾക്കാകെ 5 ലക്ഷം മാത്രമേ തരാനുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തരാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. മൈക്കിൾ അങ്ങേയറ്റം പുച്ഛത്തോടെ പറഞ്ഞു, ഈ ഷോപ്പ് എനിക്ക് വിട്ടുതരിക എന്നതല്ലാതെ പണം തരാൻ നിന്റെ കയ്യിൽ മറ്റു വഴികളൊന്നുമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വാ, അന്ന് ഞാൻ ഷോപ്പ് തിരികെ തരാം. അതുവരെ ഇത് എന്റേതാണ്. അവരുടെ തർക്കം കേട്ടുകൊണ്ടിരുന്ന ആര്യൻ ആലോചിച്ചു, ഇവരെന്തിനാണ് ഇയാളുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നത്? ഇവരത്രയ്ക്ക് ടോപ്പ് ലെവൽ ഫൈറ്റർ ആണെങ്കിൽ ഇതുപോലുള്ള ചീപ്പ് സംസാരങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ നിൽക്കുവോ? ഇപ്പൊ തന്നെ അയാളുടെ മുഖം അടിച്ച് പൊളിക്കില്ലേ? അവരുടെ കാര്യത്തിന് വേണ്ടി ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്നത് ഒരു തെറ്റായി പോയോ എന്ന് ആര്യന് തോന്നി. ഈ സ്ത്രീയെ ഒരു ജോലിക്കും കൊള്ളില്ല എന്ന് വരെ ആര്യന് തോന്നി. അപ്പോഴേക്കും മൈക്കിൾ ആ ഷോപ്പിലുള്ള ഓരോ സാധനങ്ങളായി വലിച്ചെറിയാൻ തുടങ്ങിയിരുന്നു. ആര്യൻ അപ്പോൾ മുമ്പോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഈ ധിക്കാരം നിർത്തോ? പണം തിരികെ തരാമെന്ന് ആ സ്ത്രീ പറഞ്ഞല്ലേ? മൈക്കിൾ അതുവരെ ആര്യനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ആര്യൻ അങ്ങനെ പറഞ്ഞത് കേട്ട് മൈക്കിൾ തിരിഞ്ഞ് അവനെ അടിമുടി നോക്കി. ആര്യന്റെ വസ്ത്രധാരണയിൽ നിന്നും അവൻ ഏതോ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് മൈക്കിളിന് മനസ്സിലായി. ശേഷം അവൻ മാഗിയെ നോക്കിക്കൊണ്ട് ആര്യനോട് പറഞ്ഞു, മോനെ, നീയുമായി എനിക്ക് യാതൊരു ബിസിനസ്സും ഇല്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ഈ ഷോപ്പിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിയേക്ക്. ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരാളുമായി അടിയുണ്ടാക്കാൻ മാത്രം വിഡ്ഢിയല്ലായിരുന്നു അയാൾ. ഒരാളുമായി വെറുതെ അടിയുണ്ടാക്കുന്നതിന് മുൻപ് അയാൾ എത്രത്തോളം കരുത്തനാണെന്നും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ചിന്തിക്കണം എന്നാണ് അയാളുടെ പ്രൊഫഷൻ അയാളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആര്യനുമായി വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് അയാൾ ചിന്തിച്ചു. മൈക്കിൾ അവരോട് പോകാൻ പറഞ്ഞതും ആര്യൻ എന്തോ പറയാൻ വന്നെങ്കിലും മാഗി അവനോട് അവിടെ തന്നെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ആര്യൻ അത് കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ പിറകിലേക്ക് മാറി. എന്നിട്ട് മാഗിയോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എന്നെ തടഞ്ഞത്? മാഗി പറഞ്ഞു, അവരുടെ പ്രശ്നം അവർ തന്നെ ഹാൻഡിൽ ചെയ്യട്ടെ. അത് കേട്ട ആര്യൻ പറഞ്ഞു, മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ഒരു സ്ത്രീയെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ വയ്യ. അപ്പോൾ മാഗി അവനോട് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്രശ്നം കുറച്ച് വഷളായിക്കോട്ടെ. അപ്പൊ പിന്നെ പണം കൊടുക്കാൻ മറ്റു വഴിയില്ലാതെ ഇവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യും. സംഗതി കുറച്ച് സെൽഫിഷാണെന്നറിയാം, പക്ഷെ എന്നെ വിശ്വസിക്കണം, ഈ സ്ത്രീ നമുക്ക് അത്രയും വിലപ്പെട്ട ആൾ തന്നെയാണ്. ഇവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ സമ്മതിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോഴേക്കും മൈക്കിൾ ഷോപ്പിലുള്ള സാധനങ്ങൾ തല്ലി തകർക്കാൻ തുടങ്ങിയിരുന്നു. അവന്റെ കൂടെയുള്ള ആളുകൾ ബുക്കുകളും റാക്കുകളും വലിച്ചെറിയാൻ തുടങ്ങി. പെട്ടെന്ന് ആ സ്ത്രീയുടെ മുഖത്തെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. നിസ്സഹായതയോടെ നിന്നിരുന്ന ആ മുഖത്ത് ദേഷ്യം നിറഞ്ഞു വന്നു. അവർ മൈക്കിളിനെ ഭീഷണിപ്പെടുത്തി. മൈക്കിൾ, ഞാൻ നിന്നോട് അവസാനമായി പറയുകയാണ്, നീ നിന്റെ ആളുകളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. മൈക്കിൾ ആ സ്ത്രീയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതെന്താ, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ചാവാൻ പോകുമ്പോ ഉറുമ്പുകൾക്ക് വരെ ചിറകുകൾ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടതും അയാളുടെ കൂടെയുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടതും ആര്യന് മാഗി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ഇവളത്ര ഭീകരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണിത്. ഇവരുടെ കൂടെ കൂടി ഇവളെ വെറുതെ പ്രകോപിപ്പിച്ചു നോക്കാം. എന്താണ് ചെയ്യുന്നത് എന്നറിയാലോ. അതിനുവേണ്ടി ആര്യൻ പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളെ ജോലിക്കെടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ പൂച്ചക്കുട്ടിയേക്കാൾ പേടിയുള്ളവളാണെന്ന് മനസ്സിലായത്. എന്ത് സമാധാനത്തോടെയുള്ള ജീവിതമാണ് നിങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചത്? ഈ തെരുവ് ഗുണ്ടകൾ നിങ്ങളുടെ ഷോപ്പ് തകർക്കുമ്പോഴും നിങ്ങൾ ഒന്നും ചെയ്യാതെ പേടിച്ചു വരച്ച് നിൽക്കുകയാണല്ലോ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ധൈര്യം?
മൈക്കിളിന് ആര്യൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല. അയാൾ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആ സ്ത്രീയോട് പറഞ്ഞു, നീ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോവുമോ അതോ എന്റെ ആളുകൾ നിന്നെ പിടിച്ച് പുറത്താക്കണോ? ഇന്നു മുതൽ ഈ ഷോപ്പ് എന്റേതാണ്. ഇത്തവണ ആ സ്ത്രീ അലറിക്കൊണ്ട് പറഞ്ഞു, മൈക്കിൾ, നീയും നിന്റെ ആളുകളും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നത് അതിഭീകരമായിരിക്കും. മൈക്കിൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നെ കൊല്ലുവോ? എന്നാ വാ, കൊല്ലേ, വാ. മൈക്കിളും കൂട്ടരും അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അത് ആ സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അടുത്ത 5 മിനിറ്റ് ആ ഷോപ്പിൽ മുഴുവൻ അടിയുടെയും ഇടിയുടെയും മാത്രം ശബ്ദമായിരുന്നു മുഴങ്ങിക്കൊണ്ടിരുന്നത്. മൈക്കിളിന്റെ ആളുകളെല്ലാം നിലത്ത് പലയിടങ്ങളിലായി വീണ് കിടന്നു. ചിലർ പറയുന്നു, ആ എന്റെ കൈ. മറ്റു ചിലർ കരയുന്നുണ്ടായിരുന്നു, എന്റെ കാലൊടിഞ്ഞേ. ചിലർ വേദന കൊണ്ട് അലറി, എന്റെ തല വെട്ടി പൊളിയുന്ന പോലെ. മൈക്കിളിന്റെ വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അയാളുടെ കൂടെയുള്ള 15 പേരും നിലത്ത് വീണ് കിടക്കുന്നു. ആ സ്ത്രീയുടെ വേഗതയും ചടുലതയും കണ്ട് ആര്യൻ അത്ഭുതപ്പെട്ടു. മാഗി ഒരു കാരണവുമില്ലാതെ അവരെ തെരഞ്ഞെടുക്കില്ലെന്ന് ആര്യൻ അറിയാമായിരുന്നു. പക്ഷെ ഇതവൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് മരണത്തിന്റെ ദേവത എന്ന പേര് എന്തുകൊണ്ടാണ് വന്നതെന്ന് ആര്യന് മനസ്സിലായത്. 5 മിനിറ്റ് കൊണ്ട് അവൾ ആ 15 പേരെയും ഇടിച്ച് നിലംപരിച്ചാക്കി കളഞ്ഞു. അവർക്കിനി 2 ആഴ്ച ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. മൈക്കിൾ വരെ വേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. നീ ആരാണ്? എങ്ങനെയാണ് നീ ഇതെല്ലാം ചെയ്തത്? പെട്ടെന്ന് ആ സ്ത്രീയുടെ മുഖത്തെ ഭാവം പതിയെ മാറാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അവർ പഴയതുപോലെ നിസ്സഹായിയും ക്ഷീണിതയുമായി കാണപ്പെട്ടു. പെട്ടെന്നവർ മുട്ടുകുത്തിയിരുന്നു. 2 കൈകൊണ്ടും മുഖം പൊത്തി ഉറക്കെ തേങ്ങി കരയാൻ തുടങ്ങി. അവരുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ആര്യൻ ഷോക്കായിപ്പോയി. അത്രമാത്രം ഇമോഷണലി തകർന്നതുപോലെയായിരുന്നു അവർ ഇരുന്നത്. ആദ്യം ഷോപ്പിലേക്ക് കടന്നു വന്നപ്പോൾ വന്നത് തെറ്റായിപ്പോയി എന്നാണ് ആര്യൻ തോന്നിയത്. ഈ ക്ഷീണിച്ച നിസ്സഹായിയായ സ്ത്രീയെ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ 5 മിനിറ്റ് മുമ്പ് അവൾ ഒറ്റയ്ക്കാണ് ഈ 15 പേരെയും ഇടിച്ചിട്ടത്. മാഗിയുടെ സെലക്ഷനിൽ ആര്യൻ അഭിമാനം തോന്നി. പക്ഷെ എപ്പോഴും ആ സ്ത്രീ പേടിച്ചരണ്ടതുപോലെ ഉറക്കെ തേങ്ങി കരയുന്നുണ്ടായിരുന്നു. അവരുടെ സ്വഭാവത്തിലെ ഈ മാറ്റം കണ്ട് ആര്യനാകെ കൺഫ്യൂഷനിലായി. അവൾ കരയുകയാണെന്ന് കണ്ടതും മൈക്കിൾ വീണ്ടും ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിവിടെ തീർന്നു എന്ന് കരുതണ്ട. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ ഷോപ്പ് ഞാൻ സ്വന്തമാക്കിയിരിക്കും. പക്ഷെ ആ സ്ത്രീ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. കൈ രണ്ടും മുഖത്ത് ചേർത്ത് വെച്ച് തേങ്ങിക്കൊണ്ടിരുന്നു. ആര്യൻ അവളുടെ അടുത്ത് കുമ്പിട്ടിരുന്ന് അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ചെവിയിൽ മെല്ലെ പറഞ്ഞു, നീ രജപുത്ര ഫാമിലിയെ പറ്റി കേട്ടിട്ടുണ്ടോ? പെട്രോളിയം, സ്റ്റീൽ, എനർജി, കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഞങ്ങൾക്ക് സ്വന്തമായുണ്ട്. ആര്യൻ അത് പറഞ്ഞതും ആ സ്ത്രീ മുഖത്ത് നിന്ന് കൈമാറ്റിക്കൊണ്ട് അവനെ അത്ഭുതത്തോടെ നോക്കി. ആര്യൻ തുടർന്നു, നീ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും ട്രാക്ക് ചെയ്യുന്നതല്ലേ? അതുകൊണ്ട് രജപുത്ര കുടുംബത്തിന് രാഷ്ട്രീയ രംഗത്തും ബിസിനസ് രംഗത്തും എത്രമാത്രം ഹോൾഡ് ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. ആ സ്ത്രീ അത്ഭുതത്തോടെ ചോദിച്ചു, അപ്പോൾ നീയാണോ രജപുത്ര സാമ്രാജ്യത്തിന്റെ അവകാശി? 6 വർഷമായി എവിടെയെന്ന് ആർക്കും അറിയാതെ ജീവിച്ച പയ്യൻ. അവൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് ആര്യന് മനസ്സിലായി. അപ്പോൾ ഇവർക്ക് എല്ലാറ്റിനെ കുറിച്ചും അറിവുണ്ടാവും. ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അത് ഞാൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി മുതൽ ഞാനായിരിക്കും രജപുത്ര കുടുംബത്തിന്റെ എല്ലാ ബിസിനസ്സും മുഴുവനായി നോക്കുന്നത്. എനിക്ക് എന്റെ കൂടെ നിന്നെപ്പോലെ എഫിഷ്യന്റ് ആയ ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആര്യനും ആ സ്ത്രീയും പതുക്കെ സംസാരിക്കുന്നത് മൈക്കിൾ നോക്കിക്കൊണ്ട് നിന്നു. ആര്യൻ പറഞ്ഞിട്ടാണ് അവൾക്ക് അവരുടെ നേരെ കൈപ്പോക്കാൻ ധൈര്യമുണ്ടായത് എന്നാണ് മൈക്കിൾ വിചാരിച്ചത്. അയാൾ ആര്യനെ ശപിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ധൈര്യത്തിലാണോ ഇവൾ ഇങ്ങനെ കിടന്ന് ചാടിയത്? നിന്നെ ഞാൻ പീസ് പീസാക്കി വെട്ടി നുറുക്കി നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ആര്യന്റെ നേർക്ക് അവർ ചാടിയതും മാഗിയുടെ ദേഷ്യം തിളച്ചു പൊന്തി. അവൾ അടുത്തുള്ള മെറ്റൽ റാക്ക് ഒറ്റയടിക്ക് തള്ളിയിട്ടു. എന്നിട്ട് അതിൽ നിന്നും ഒരു വടി വലിച്ചെടുത്തു. എന്നിട്ട് അതും കൊണ്ട് മൈക്കിളിന് നേർക്ക് ചെന്നതും എല്ലാവരും ഷോക്കായി നിന്നുപോയി. മൈക്കിൾ അന്തം വിട്ട് നിന്നു. ഈ പെണ്ണെന്താ, മനുഷ്യനാണോ അതോ വല്ല സൂപ്പർ വുമണാണോ? ഒറ്റയടിക്കല്ലേ അവൾ ആ മെറ്റൽ റാക്ക് പൊട്ടിച്ച് അതിൽ നിന്നും ആ വടി കൈകൊണ്ട് പുറത്തേക്ക് എടുത്തത്. മൈക്കിളിന്റെ അടുത്തേക്ക് അതും കൊണ്ട് നടന്നു വരുന്ന മാഗിയുടെ മുഖം കണ്ട് മൈക്കിൾ പേടിച്ചു. അയാൾ 2 കൈയും കൂപ്പി താഴ്മയോടെ പറഞ്ഞു, വേണ്ട വേണ്ട, പ്ലീസ് എന്നെ കൊല്ലരുത്. ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുക്കാം. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അയാൾ നന്നായി പേടിച്ചിരുന്നു. ഇത് കണ്ട ആര്യൻ വേഗം അതിൽ ഇടപെട്ടുകൊണ്ട് മാഗിയോട് പറഞ്ഞു, വേണ്ട മാഗി, നിനക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല. ഇത് കേട്ട മാഗി തിരിഞ്ഞുകൊണ്ട് ആര്യനോട് പറഞ്ഞു, ഇയാൾ എന്താ വിചാരിച്ചത്? സാറിന് ഇങ്ങനെ ചീത്ത പറഞ്ഞ ഇയാളെ ഞാൻ വെറുതെ വിടുന്നോ? ഇയാളിന്ന് എന്റെ കൈ കൊണ്ട് മരിക്കും. അത് പറഞ്ഞു മാഗി കയ്യിലുള്ള ഇരുമ്പുവടി വായുവിലൊന്ന് ചുഴറ്റി അടിക്കാൻ തയ്യാറായി നിന്നു. പക്ഷേ
അവൾ അതും കൊണ്ട് മൈക്കിളിനെ തലയോട്ടി തകർക്കുന്നതിന് മുൻപ് ആര്യൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇത്തവണ അവൻ മാഗിയോട് കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞു, മാഗി വേണ്ട, നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷെ ഈ രക്തം നിന്റെ കയ്യിൽ പുരളരുത്. ആര്യന്റെ വാക്കുകൾ കേട്ട മാഗി പിറകിലേക്ക് മാറി. അപ്പോൾ ആര്യൻ മൈക്കിളിനോട് പറഞ്ഞു, ഇവർക്ക് നീ പണം നൽകിയ സമയത്ത് എന്തെങ്കിലും പേപ്പർ സൈൻ ചെയ്ത് വാങ്ങിയിരുന്നോ? മൈക്കിൾ മെല്ലെ തലകുലുക്കി. അപ്പോൾ ആര്യൻ ചോദിച്ചു, എങ്കിലാ പേപ്പർ കാണിക്ക്, അതെവിടെ? മൈക്കിൾ അയാളുടെ പോക്കറ്റിൽ നിന്നും കുറച്ച് പേപ്പറുകൾ പുറത്തെടുത്ത് ആര്യൻ നൽകി. ആ ഡോക്യുമെന്റ് പ്രകാരം ആ സ്ത്രീ മൈക്കിളിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപയാണ് വാങ്ങിയത്. 6 മാസം കൊണ്ട് അത് തിരിച്ചടയ്ക്കാം എന്നതാണ് അഗ്രിമെന്റ്. ഇത് കണ്ട ആര്യൻ ദേഷ്യത്തിൽ മൈക്കിളിനോട് പറഞ്ഞു, 2 മാസം കൊണ്ട് നീ ആ 5 ലക്ഷം രൂപ 25 ലക്ഷമാക്കി മാറ്റി അല്ലേ? നീ ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ അവർക്ക് പണം കടം കൊടുക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ അവരുടെ രക്തമൂറ്റി കുടിക്കുകയും ചെയ്യും. ആര്യൻ ശേഷം ആ സ്ത്രീയെ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നോക്കി. മൈക്കിൾ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാവും ആ സ്ത്രീ പണം വാങ്ങിയത്. ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെന്തുകൊണ്ടാവും ഇവർ അയാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയത്? ആ സ്ത്രീ ആര്യന്റെ കൂടെ കൂടുമോ? 52. ആര്യനും മാഗിയും ഒരു സ്ത്രീയെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്കെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവരാ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈക്കിൾ എന്നയാൾ ബുക്ക് ഷോപ്പിലേക്ക് അയാളുടെ ഗുണ്ടകളുടെ കൂടെ കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ആ സ്ത്രീ അവന്റെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞായിരുന്നു തർക്കം. അവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ അവരെയെല്ലാം അടിച്ചു നിലത്തിട്ടു. ശേഷം മൈക്കിൾ ആര്യനെ ചീത്ത പറഞ്ഞത് കേട്ടപ്പോൾ മാഗി അവന്റെ നേരെ ഇരുമ്പു അടിയുമായി ചെന്നു. അപ്പോൾ മൈക്കിൾ ജീവന് വേണ്ടി അവളുടെ മുമ്പിൽ കരഞ്ഞു. ആര്യൻ മാഗിയോട് പറഞ്ഞു, നീ ബാഗിൽ നിന്ന് 5 ലക്ഷം എടുത്തവനെ മുഖത്തെറിഞ്ഞ് കൊടുത്തേക്ക്. പിന്നെ ഒരു 50,000 അവന്റെ എല്ല് പൊട്ടിയതിന് ഹോസ്പിറ്റലിൽ പോവാൻ എക്സ്ട്രാ കൊടുത്തേക്ക്. എന്നിട്ട് തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞേക്ക്. അത് കേട്ട മാഗി പണം എടുത്ത് അവന്റെ നേർക്കെറിഞ്ഞു. എന്നിട്ട് ആര്യൻ അവനോട് പറഞ്ഞു, ഇനി നിന്നെ ഈ ഷോപ്പിന്റെ പരിസരത്തെങ്ങാനും കണ്ട ഇപ്പൊ ഞാൻ ഇവളെ തടഞ്ഞ പോലെ ഇനി തടയില്ല. ഇവൾ നിന്റെ തലയടിച്ച് പൊട്ടിക്കും. തനിക്ക് കിട്ടിയതും കൊണ്ട് ഇപ്പോൾ തന്നെ സ്ഥലം വിടുന്നതാണ് നല്ലതെന്ന് മൈക്കിളിന് മനസ്സിലായി. അവൻ പണം എടുത്ത് അവന്റെ ആളുകളെയും കൂട്ടി മുടതിക്കൊണ്ട് ഷോപ്പിന് പുറത്തേക്ക് നടന്നു. ഇനിയും ആര്യനെയും മാഗിയെയും ദേഷ്യം പിടിപ്പിച്ച പിന്നെന്താണ് സംഭവിക്കുക എന്നവർ ഭയന്നു. അവർ പോയതിനു ശേഷം ആര്യൻ ആ സ്ത്രീയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുപോലൊരു ദുഷ്ടന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ കടം വാങ്ങാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെന്ന് എന്നോട് പറയാമോ? ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടും കളിയാക്കിയിട്ടും നിങ്ങൾ മിണ്ടാതെ നിന്നു. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിൽ? പറയ്. എന്നാൽ ആ സ്ത്രീ ആര്യൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് തല താഴ്ത്തി ഒന്നും മിണ്ടാതെ തന്നെ നിന്നു. ഇത് കണ്ട ആര്യൻ വീണ്ടും ചോദിച്ചു, ദൈവത്തെ ഓർത്തൊന്ന് വാ തുറന്ന് കാര്യം പറ. ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത്രയും കഴിവുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം നയിക്കുന്നത്? ഇത്തവണ അവർ മെല്ലെ പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. എന്റെ ജീവിതം തന്നെ വേറൊരാൾക്കുള്ളതാണ്. ആര്യൻ അത്ഭുതത്തോടെ മാഗിയെ നോക്കി. ശേഷം വീണ്ടും അവരെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, ആർക്കു വേണ്ടിയാണത് എന്ന് പറയാമോ? ആ സ്ത്രീ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ പറഞ്ഞു തുടങ്ങി, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചിലപ്പോൾ ആ വിവരം കിട്ടിയിട്ടുണ്ടാവില്ല. അതൊരു സാധാരണ ദിവസമായിരുന്നില്ല. ഞങ്ങളുടെ മുഴുവൻ ടീമും കശ്മീർ അതിർത്തിയിലെ ഒരു താൽക്കാലിക ഇന്റലിജൻസ് ബേസിലായിരുന്നു. രാവിലെ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഒരു പുതിയ ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങാൻ പോവുകയാണ്. അതിനുവേണ്ടി അവർ ഇന്ത്യയിൽ നിന്നും 40 യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ആ 40 പേരെയും ജീവനോടെ തന്നെ രക്ഷപ്പെടുത്തി ആ ക്യാമ്പ് നശിപ്പിക്കണം എന്ന് ഞങ്ങളുടെ ടീം കണക്ക് കൂട്ടി. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവരത് മണത്തെറിഞ്ഞു. അവർ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഗറില്ല ഫൈറ്റിൽ പരിശീലനം നേടിയവരായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ നടന്നിരുന്നെങ്കിൽ അവരുടെ 50 പേരെയും ഞങ്ങൾ 20 പേർക്ക് ഈസിയായി കീഴടക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അവസരം തന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തൻ അവരുടെ ചാരനായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അയാളാണ് ഞങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ അവർക്ക് കൊടുത്തത്. അവർ പക്ഷെ ഞങ്ങൾ വിചാരിച്ചതുപോലെ 50 പേരായിരുന്നില്ല. 100ഓളം പേർ പല ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങളെ പൊതിഞ്ഞു. അവരുടെ കയ്യിൽ റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും പലതരം മോഡേൺ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം പാകിസ്ഥാൻ ആർമി സപ്ലൈ ചെയ്തതായിരുന്നു. അവർ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഞങ്ങളെ ആക്രമിച്ചത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഞങ്ങളിൽ പലരും വീണുപോയി. അതിനിടയിലും ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഞങ്ങളുടെ കമാൻഡർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരു നിമിഷം പറഞ്ഞു നിർത്തി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മാഗി അവരുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അവർ മാഗിയെ നോക്കി. എന്നിട്ട് വീണ്ടും തുടർന്നു,
ഞാൻ ഞങ്ങളുടെ കമാൻഡറെയും താങ്ങിക്കൊണ്ട് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. ടെററിസ്റ്റുകൾ എറിഞ്ഞ ബോംബ് വീണ് അദ്ദേഹത്തിന്റെ ഒരു കൈയും കാലും തകർന്നിരുന്നു. അദ്ദേഹത്തിന്റെ പാതി തകർന്ന ശരീരവുമായി ഞാൻ എന്റെ എല്ലാ ശക്തിയും എടുത്ത് നടന്നു. എനിക്ക് എന്റെ ജീവൻ കളഞ്ഞും അദ്ദേഹത്തെ രക്ഷിക്കണമായിരുന്നു. കാരണം അദ്ദേഹം എന്റെ കമാൻഡർ മാത്രമായിരുന്നില്ല, എന്റെ എല്ലാമായിരുന്നു. അവർ ഒരു നിമിഷം നിർത്തി വീണ്ടും തുടർന്നു. ആ ആക്രമണത്തിൽ എവിടെ നിന്ന് എന്നറിയില്ല 2 ബുള്ളറ്റുകൾ എന്റെ ദേഹത്ത് കൊണ്ടു. ഒന്നെന്റെ കഴുത്തിലൂടെയും മറ്റൊന്ന് എന്റെ വയറിലൂടെയും കടന്നുപോയി. പക്ഷെ അപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് അതിർത്തിയുടെ അടുത്ത് എത്താനായിരുന്നു. ഞാൻ തളർന്നു വീഴാതെ മുന്നോട്ട് തന്നെ നടന്നു. ഞാൻ അതിർത്തിയിൽ വെച്ച് എങ്ങനെയൊക്കെയോ മറ്റുള്ളവരെ വിവരം അറിയിച്ചു. അവർ പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ അയച്ച് ഞങ്ങളെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വിദഗ്ധ ചികിത്സയിലൂടെ എനിക്കെന്നെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ ഇനി മുതൽ ഒരു മിഷനുകളിലേക്കും ചേർക്കാൻ പറ്റാത്ത വിധം ഞാൻ അൺഫിറ്റായെന്ന് അവരെനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അതുപോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കമാൻഡർക്ക് ഒരു കാലും ഒരു കൈയും നഷ്ടപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. എനിക്ക് വീണ്ടും ഫീൽഡ് ഓപ്പറേഷനുകളിലേക്ക് തിരികെ പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിനിയും യുദ്ധം ചെയ്യാനുള്ള എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടോ പേടിയുള്ളതുകൊണ്ടോ ആയിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തകർന്ന് ജീവച്ഛവം പോലെയായിരുന്നു. 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. കുറച്ചു ദിവസം സുഖം തോന്നിയെങ്കിലും വീണ്ടും ഇൻഫെക്ഷനായി. നിരന്തരം പനിയും മറ്റസുഖങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ആ സമയത്ത് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഞങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ പോയി റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഹോസ്പിറ്റലിനകത്തെല്ലാം അവരുടെ ആളുകൾ ഉണ്ടാവും. എനിക്ക് ആരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അവർ തീർച്ചയായും ഞങ്ങളെ കൊല്ലുമെന്നുള്ളതുകൊണ്ട് ഒരുപാട് കാലം ഞങ്ങൾ ഒളിച്ചു താമസിച്ചു. ടെററിസ്റ്റുകൾ ഇപ്പോഴും ഞങ്ങളുടെ പിന്നാലെ ഉണ്ടാവുമെന്ന പേടിയിലാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി ചികിത്സിക്കുന്നത്. അതിന് നല്ല പണച്ചെലവുണ്ട്. ഈ പണമെല്ലാം അതിനു വേണ്ടിയാണ്. ഞാനൊരു സാധാരണക്കാരിയെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ടെററിസ്റ്റുകൾ ഞങ്ങളെ കണ്ടെത്തുമെന്ന പേടിയാണ് എനിക്ക്. പിന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇത്ര കാലവും സഹിച്ച കഷ്ടപ്പാടുകളെല്ലാം വെറുതെയാവും. പറഞ്ഞു തീർന്നതും ലക്ഷ്മി നിർത്താതെ കരയാൻ തുടങ്ങി. അവർ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. മാഗിയും അവരുടെ കൂടെ നിലത്തിരുന്ന് ആശ്വസിപ്പിച്ചു. ആര്യൻ കുറച്ചു സമയം അവരെ നോക്കി നിന്നതിന് ശേഷം മെല്ലെ അവരോടുള്ള ബഹുമാനത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ധൈര്യം അപാരമാണ്. ഐ സല്യൂട്ട് യു. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കാരണമാണ് ഈ രാജ്യത്ത് ഞങ്ങൾ ജനങ്ങൾ ഇങ്ങനെ പേടിയില്ലാതെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എത്ര സഹായം ചെയ്താലും അതൊന്നും കൂടുതലാവില്ല. ഇന്നു മുതൽ നിങ്ങളുടെ കമാൻഡറുടെ ചികിത്സയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമാവും. ഇനി അഥവാ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ കമാൻഡറുടെ ചികിത്സയിൽ യാതൊരു കുറവും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. എനിക്ക് സ്വന്തമായൊരു ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അവിടെ ആരും നിങ്ങളുടെ ശരിയായ ഐഡന്റിറ്റി തിരിച്ചറിയാതെ ഞാൻ നോക്കിക്കോളാം. മറ്റെന്തെങ്കിലും പേരിൽ അഡ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ നേരിട്ട് ചെയ്തോളാം. അപ്പോൾ ആ സ്ത്രീ ആര്യനെ അത്ഭുതത്തോടെ നോക്കി. ആര്യൻ അവരോട് വീണ്ടും പറഞ്ഞു, എന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. ലക്ഷ്മി അപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആര്യനോട് പറഞ്ഞു, എനിക്കൊരിക്കലും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ കൺമുമ്പിലെല്ലാം കയ്യിൽ നിന്ന് ഊർന്നു വീണുകൊണ്ടിരിക്കുമ്പോ നിങ്ങളൊരു മാലാഖയെ പോലെ വന്നു. ഇന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ആര്യൻ ചിരിച്ചുകൊണ്ട് അവന്റെ വിസിറ്റിംഗ് കാർഡ് അവർക്ക് നേരെ നീട്ടി പറഞ്ഞു, ഇതെന്റെ പേഴ്സണൽ നമ്പറാണ്. നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും അതെന്നെ അറിയിക്കണം. പക്ഷെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എന്റെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവർ ആര്യനോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇന്നു മുതൽ എന്റെ ജീവനും വിശ്വാസവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞത് അത്രയും വലുതാണ്. എന്റെ കമാൻഡർ പാരലൈസ് ആണ്. 24 മണിക്കൂറും കെയർ വേണ്ടതുണ്ട്. അതുകൊണ്ട് ചികിത്സാ ചെലവുകളും വളരെ വലുതാണ്. ഇനി എത്ര കാലം അദ്ദേഹത്തിന്റെ ജീവൻ ഇങ്ങനെ പിടിച്ചു നിർത്താമെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളിലാണ് നിങ്ങൾ എനിക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നത്. അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്തായാലും എന്റെ എല്ലാ കഴിവുകളും കണക്ഷനുകളും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്റെ കഴിവിന്റെ മാക്സിമം ചെയ്യുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ആര്യൻ തല കുലുക്കി സമ്മതിച്ചു. നിങ്ങൾ എന്റെ കൂടെ ജോലി ചെയ്യാൻ സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. എനിക്ക് അദ്ദേഹത്തെ ഇപ്പൊ തന്നെ മീറ്റ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരാൻ പറയാം. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയ അത്രയും നല്ലതായിരിക്കും. ആര്യന്റെ കെയറിംഗ് കണ്ട് അവർക്ക് വളരെ സന്തോഷം തോന്നി.
അവന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ ഇത്രയും കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ട് അവർക്ക് അത്ഭുതം തോന്നി. ആര്യനും മാഗിയും അവരുടെ കൂടെ ഡിഫൻസ് കോളനിയിലേക്ക് പോയി. അവർ ലക്ഷ്മിയുടെ വീട്ടിലെത്തി. ആര്യൻ അദ്ദേഹത്തിന്റെ ബെഡിന്റെ മുൻപിലായി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അനങ്ങുന്നത് മാത്രമായിരുന്നു ശരീരത്തിൽ ജീവനുണ്ട് എന്നതിന്റെ ഏക അടയാളം. ലക്ഷ്മി ബെഡിന്റെ അരികിലിരുന്നുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്ക് നല്ല കെയർ കിട്ടും. പക്ഷെ എനിക്ക് എന്നും അവിടെ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചു എന്ന് വരില്ല. ഞാൻ ഇവരുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി സ്വീകരിച്ചു. ലക്ഷ്മി ഇത് പറഞ്ഞതും അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. അപ്പോൾ ആര്യൻ മുൻപോട്ട് വന്ന് അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സാർ, നിങ്ങളെ സേവിക്കാനൊരു അവസരം കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നിങ്ങൾക്കൊരു സല്യൂട്ട് തരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാം ഇടയ്ക്കിടെ നിങ്ങളെ വന്ന് കണ്ടോളും. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നന്ദിയോടെ മെല്ലെ ആര്യനെ നോക്കി. അവന്റെ നല്ല മനസ്സ് കണ്ട് അവർക്ക് അവനോടുള്ള ബഹുമാനം കൂടി. അവിടേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആര്യൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരാൻ പറഞ്ഞിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ ആംബുലൻസ് അവിടേക്ക് എത്തി. അവർ അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വന്നത് കണ്ട് ആര്യൻ അത്ഭുതപ്പെട്ടു. സ്വർണ്ണ ഒരു ചിരിയോടെ അവന്റെ മുമ്പിൽ വന്നു. അവൻ ഒരു നിമിഷം ഒന്ന് അന്തം വിട്ട് നിന്നെങ്കിലും പിന്നെ നേരെ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, സ്വർണ്ണ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. സ്വർണ്ണമല്ലേ ഒരു പരാതി പോലെ പറഞ്ഞു, നിങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് വരാറില്ലല്ലോ. വലിയ തിരക്കായിപ്പോ ഫ്രണ്ട്സിനെയൊക്കെ മറന്നല്ലേ. ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. പക്ഷേ നീ എങ്ങനെ ഇവിടെ? സ്വർണ്ണ പറഞ്ഞു, ഇപ്പൊ ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊന്നും കാര്യമായി ഇടപെടാത്തത് കൊണ്ടാണ് വിവരങ്ങളൊന്നും അറിയാത്തത്. സച്ചിൻ സാറിനെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി അപ്പോയിന്റ് ചെയ്തു. ഇപ്പൊ ഞാനാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത്. സ്റ്റാഫ് എന്നെ വിളിച്ച് നിങ്ങൾ ഒരാളെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടപ്പോ അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കൂടെ വന്നതാണ്. അതിന്റെ കൂടെ ആര്യനെയും കണ്ടിട്ട് കുറെ കാലമായല്ലോ. അപ്പൊ പിന്നെ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആര്യൻ ചിരിയോടെ പറഞ്ഞു, അതേതായാലും നന്നായി. നിന്നെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നുന്നു. സ്വർണ്ണയുടെ കണ്ണുകൾ അപ്പോഴാണ് മാഗിയിൽ ഉടക്കിയത്. ആര്യൻ അത് കണ്ട് മാഗിയെ അടുത്തേക്ക് വിളിച്ചു. മാഗി, ഇങ്ങ് വാ, എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം. ഇത് സ്വർണ്ണ. ഇവൾ സിറ്റി ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവളുടെ അച്ഛന് സുഖമില്ല. അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ആരെങ്കിലും വേണം. അതുകൊണ്ടിപ്പോ ഇവൾ അച്ഛനെ നോക്കുന്നതിന്റെ കൂടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടെ കൈകാര്യം ചെയ്യുന്നു. സ്വർണ്ണ ചിരിച്ച് മാഗിയുടെ നേർക്ക് കൈനീട്ടി. അപ്പോഴും സ്വർണ്ണയുടെ കണ്ണിൽ എന്തോ ഒരു സംശയമുണ്ടായിരുന്നു. ഇത് കണ്ട ആര്യൻ കാര്യം പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. മാഗി എന്റെ ബോഡി ഗാർഡാണ്. ഇത് കേട്ട സ്വർണ്ണ ഞെട്ടലോടെ മാഗിയെ നോക്കി. അവളെപ്പോലൊരു സുന്ദരി ബോഡി ഗാർഡ് ആയിരിക്കുമെന്ന് ആരും വിചാരിക്കില്ല. സ്വർണ്ണയ്ക്ക് മാഗിയോട് അസൂയ തോന്നിപ്പോയി. ആര്യനെ പോലൊരാളോട് ആർക്കും പ്രണയം തോന്നിപ്പോവും. അപ്പൊ പിന്നെ മാഗിക്ക് എപ്പോഴും അവന്റെ കൂടെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആര്യനെ അവൾക്ക് പിടിക്കാവുന്നതിൽ ഉയരത്തിലാണെന്ന് സ്വർണ്ണയ്ക്ക് അറിയാമായിരുന്നു. അവനവളെ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും. അതുകൊണ്ട് അവളെല്ലാം ഉള്ളിലൊതുക്കി. ശേഷം സ്വർണ്ണ ആര്യനോട് ചോദിച്ചു, നീ ആംബുലൻസ് വിളിച്ച ഇവരാരാണ്? ആര്യൻ അവളോട് ചെറുതായി വിശദീകരിച്ചു. അവൻ സ്ഥിരമായി പോകുന്ന ബുക്ക് ഷോപ്പാണെന്നും അവിടുത്തെ ഓണറുടെ ഹസ്ബൻഡിന് സുഖമില്ലാതായപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാണെന്നും പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു, എനിക്ക് ഈ മേമന്റെ ചേച്ചിയെ പോലെയാണ്. അതുകൊണ്ട് ഇവരെ സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വർണ്ണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മനസ്സാണെന്ന് എനിക്കറിയാം. എത്രയോ പേരെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്. ആര്യൻ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. സ്വർണ്ണ വേഗം തന്നെ കമാൻഡറെ ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് അവിടെ നിന്നും പോയി. അവർ പോയതിനു ശേഷം ആ സ്ത്രീ ആര്യനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഫ്രീ ആയി. നമുക്ക് ഇന്ന് തന്നെ ജോലികൾ ആരംഭിക്കാം. എനിക്ക് എന്താണ് അസൈൻമെന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. അവരുടെ ഡെഡിക്കേഷൻ കണ്ട ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ നമുക്ക് ചിലരെ കൂടി കാണാൻ പോവാനുണ്ട്, വരൂ. ശേഷം അവൻ മാഗിയോട് പറഞ്ഞു, നീ എനിക്ക് തന്ന പ്രൊഫൈലിലെ ആ അടിപൊളി പയ്യനെ കാണാൻ പോവാം. അവർ 3 പേരും ആര്യന്റെ കാറിൽ അവിടേക്ക് തിരിച്ചു. മാഗിയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. ആ സ്ത്രീ മുമ്പിലും ആര്യൻ പിറകിലും ഇരുന്നു. കുറച്ച് സമയം കൊണ്ട് അവർ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തി. അവർ കാറിൽ നിന്ന് ഇറങ്ങിയതും അവിടെ ഒരു ബഹളം നടക്കുന്നത് കണ്ടു. അവരിനി കാണാൻ പോകുന്ന ആൾ എങ്ങനെയുള്ളതാവും? അവൻ ഇവരുടെ കൂടെ കൂടാൻ സമ്മതിക്കുമോ? 53. ആര്യനും മാഗിയും ലക്ഷ്മിയെയും കൂട്ടി അടുത്ത ആളെ കാണാൻ പുറപ്പെട്ടു. അവർ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് എത്തിയത്. ഒരു